കോവിലകം എന്ന് പറഞ്ഞ പേര് നിങ്ങൾ ഇടയ്ക്ക് പറയണം. അത് വെച്ചിട്ട് ഓരോരുത്തരും ഓരോരോ നിങ്ങളുടേതായിട്ടുള്ള ഇഷ്ടപ്പെട്ട ഒരു കഥ ഉണ്ടാക്കണം. ഏറ്റവും നല്ല രീതിയിൽ കഥ പറഞ്ഞാൽ അതിങ്ങനെ റീൽ കട്ട് വന്നുകൊണ്ടിരിക്കും. ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് പെട്ടെന്നൊരു ആലോചന വന്നി. മൂന്നും കള്ളായിരിക്കും. ഒരു BMW വണ്ടി എടുക്കണം. അങ്ങനെ ഞാൻ വണ്ടി ദുബായി പോയിട്ട് അവിടെ ഈ പറഞ്ഞ പോലെ വണ്ടി ഓടിച്ച് നടക്കുമ്പോൾ ഒരു ഒട്ടകത്തിന് കാറടിച്ച് എടുക്കുമ്പോൾ അറബീനെ കാണും. കണിമംഗലം എന്നൊരു തറവാട്, കോവിലകം എന്ന ഒരു തറവാടുണ്ടായിരുന്നു. പറഞ്ഞു പറഞ്ഞ കാര്യസ്ഥലിന്റെ കഥയാണ്. പൊതുവെ നിങ്ങൾ എപ്പോഴും ഭയങ്കര സ്റ്റൈലായിട്ടാണോ എപ്പോഴും നടക്കുന്നതും ഒക്കെ? അതുകൊണ്ടാണ് ഫേമസ് ആയത് ആ സമയത്ത്. പിന്നെ അത് വിടാൻ പറ്റില്ല. ഞാൻ നമ്മളിന് 5 വർഷത്തേക്ക് എന്ത് ചിന്തിക്കുന്നു, അത് ഓൾറെഡി പുള്ളിക്കാരുടെ അക്കൗണ്ട് ഇപ്പോഴേ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് അത് കഴിയുമ്പോഴേ പുള്ളി 10 വർഷം കൊണ്ട് ഇപ്പൊ ഇട്ട് കഴിഞ്ഞു. പിന്നെ ഞാൻ എന്റെ ഫസ്റ്റ് ഫോട്ടോ പുള്ളിയുടെ ഫേസ്ബുക്കിലെ ഞാൻ ഭയങ്കര ഫാൻ ആയിരുന്നുണ്ട്. സാധനങ്ങള് ചെയ്ത് അതൊക്കെ പുള്ളിയുടെ കണ്ണി ഞാൻ മേടിച്ചിട്ടുണ്ട്. എനിക്കങ്ങനെ അഭിനയിക്കേണ്ടി വന്നില്ല, ഞാനായിട്ട് നിന്നാ മതി. ആണോ? അപ്പൊ ഈ ക്യാരക്ടർ കൊള്ളാമോ മോശമോ എന്നാണോ? എത്ര സമയം മുന്നേ കഥാപാത്രമായിക്കൊണ്ടിരിക്കും? അത് അങ്ങനെയല്ല സത്യം. എനിക്ക് സിനിമ അങ്ങനൊന്നും ക്രൗഡ് പേടിയൊന്നുമില്ല. പക്ഷെ ഞാനാണ് എന്റെ ഡയറക്ടറും എന്റെ പ്രൊഡ്യൂസറും. അപ്പൊ ഞാൻ ഓക്കെ പറഞ്ഞാൽ അത് കഴിഞ്ഞില്ലേ. പക്ഷെ ഇവിടെ രാജേഷേട്ടൻ വന്നിട്ട് രാജേഷേട്ടന് അത് ആ ഇമോഷൻ കിട്ടണം. പുള്ളി ചേട്ടൻ ഇമോഷൻ കിട്ടുന്ന വരെ അതിപ്പോ എത്ര ടേക്ക് പോയാലും പുള്ളി ആ ഇമോഷൻ കിട്ടുന്ന വരെ എടുത്തുകൊണ്ടിരിക്കും. ഈ ആക്ഷൻ പറയുന്നതിന് മുമ്പ് നമ്മൾ വേറെ എന്ത് ഇമോഷനിലാണോ, കരഞ്ഞോണ്ടിരിക്കുകയാണോ, വിഷമിച്ചോണ്ടിരിക്കുകയാണോ, ചിരിച്ചോണ്ടിരിക്കുകയാണോ വിചാരിച്ചു. പക്ഷെ ആക്ഷൻ പറയുമ്പം അവിടെ എന്ത് ഇമോഷനാണ് വേണ്ടത് അത് നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കേണ്ടിരിക്കും. അത് എപ്പോഴും പേടി തന്നെ. സിനിമ ചെയ്തൊരു കഥാപാത്രത്തെ അറിയാന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുള്ള കാര്യം. ചാണ്ടിയെ നോക്കുമ്പോ ചിരി വരും. ചേച്ചി നോക്കിയിരിക്കും. പിന്നെ അന്നൊക്കെ ആഗ്രഹം ഒരു പാട്ടുകാരനാണെന്നൊക്കെ ആഗ്രഹം. ഈ ഐഡിയ സ്റ്റാൻസുകളൊക്കെ ഓഡീഷനൊക്കെ പൂമുത്തോളെ നീ എരിഞ്ഞ വഴിയിൽ ഞാൻ മഴയായി പെയ്തടി ആരീരാരം ഇടരല്ലേ മണിമുത്തേ കൺമണി. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. ഹലോ, നമസ്കാരം. ലൈഫ് നെറ്റ് TV പ്രേക്ഷകർക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഭയങ്കര യങ് ആൻഡ് നമ്മൾ എന്താ പറയുക, ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം നന്നായിട്ട് അറിയാവുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെയാണ് നമ്മുടെ കൂടെ ഉള്ളത്. പക്ഷേ ഇവരെല്ലാവരും കൂടെ ചേർന്നപ്പോൾ ഇന്ന് നമുക്ക് സമ്മാനിക്കുന്നത് ഒരു ബ്യൂട്ടിഫുൾ മൂവിയാണ്. 16th നമ്മുടെ തൊട്ടടുത്ത തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ പോകുന്ന കണിമംഗലം കോവിലകം അല്ലേ? കണിമംഗലം കോവിലകം. യെസ്, അതിൽ നമുക്ക് നല്ല ഭയങ്കര പരിചയമുള്ളത് റാഫിനെയാണ്. റാഫിനെ നമ്മൾ ഇതിനു മുമ്പ് പല പല സിനിമകളിലൂടെയും സീരീസിലൂടെയും അങ്ങനെ നമുക്ക് നല്ല പരിചയമാണ് ബിഗ് സ്ക്രീനിൽ കണ്ടിട്ട്. പിന്നെ സാൻഡ്രയുണ്ട്, അബിയുണ്ട്, സോറി അജ്മൽ ഉണ്ട്. സോറി അജ്മൽ എന്നൊക്കെ പറയുമ്പോൾ തന്നെ അജ്മൽ എന്ത് ഭയങ്കര പൊതുവെ നിങ്ങൾ എപ്പോഴും ഭയങ്കര സ്റ്റൈലായിട്ടാണോ എപ്പോഴും നടക്കുന്നതും ഒക്കെ? അതുകൊണ്ടാണ് ഫേമസ് ആയത് ആ സമയത്ത്. പിന്നെ അത് വിടാൻ പറ്റില്ല. പിന്നെ അപ്പൊ നിങ്ങളുടെ കൂടെയൊക്കെ നടക്കുമ്പോൾ ഷൂട്ടിന് വരുമ്പോഴൊക്കെ അജ്മൽ എപ്പോഴും ആ സ്റ്റൈലിഷ് ആയിട്ട് അങ്ങനെയൊക്കെയാണോ? അതിനെന്തിട്ടാലും ഓക്കെ വേണ്ടേ? എന്തൊരു ആ ഒരു ആറ്റിറ്റ്യൂഡ് ആണല്ലോ എന്തിട്ട് കഴിഞ്ഞാലും. അല്ല അതൊക്കെ എങ്ങനെയാ? അതൊക്കെ ഈ ഒരു നിങ്ങൾ ഇൻഫ്ലുവൻസിംഗിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അല്ല അജ്മൽ അങ്ങനെ വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്ത് എടുത്തതാണോ അതോ പണ്ടേ? എനിക്ക് ഞാൻ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്ത സമയത്ത് എനിക്ക് ഡ്രസ് ഫാഷനോടൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഓ, അന്നേ എനിക്ക് ആറ്റിറ്റ്യൂഡ് ഉള്ള ആളാണ്. അത്ര ആറ്റിറ്റ്യൂഡ് അല്ല, ഡ്രസ് ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും. പിന്നെ ഓരോ സാഹചര്യം മാറുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് മാറി പിന്നെ എനിക്ക് പറ്റണ പോലെ ആക്കി ഞാൻ. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു സ്റ്റൈൽ ഐക്കൺ പോലെ എന്ത് ഓരോ വേഷം ഇടുമ്പോഴും വേറെ വേറെ ഒരു ഇത് തന്നെയല്ലേ ഇത് തന്നെ ഞാനിങ്ങനെ ചിലപ്പോൾ നോക്കും. ഭയങ്കര ഒരു വേറെ തന്നെ ലുക്കും കാര്യങ്ങളും ഡൂയിങ് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. യെസ്, അബി അമ്മ എന്ത് പറയണു? അനിയൻ ബ്രദർ എന്ത് പറയണു? അനിയനാണോ അത് ചേട്ടനാണോ? അനിയനാ. എന്താണ് നിങ്ങളുടെ ഇപ്പൊ അമ്മ ഇപ്പൊ ഈ സിനിമയൊക്കെ അബി ഇതിലേക്ക് സിനിമയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മയും ബ്രദറും പറഞ്ഞില്ലേ ഷോ ഞങ്ങൾക്കും ഈ സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റി? ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെയില്ല. ആരെങ്കിലും ഒരാളൊന്ന് സെറ്റ് ആയാൽ മതി. ഞാൻ അല്ലെങ്കിൽ അനിയൻ ആരെങ്കിലും എവിടെങ്കിലും അടിപൊളിയായിരുന്നു ആ മൈൻഡ്. അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ ആഗ്രഹം അമ്മ സുഖമായിട്ടിരിക്കുന്ന എന്ത് രസമാണ് അമ്മയുടെ ഓരോന്നും കാണാനൊക്കെ ആയിട്ട്. എന്തൊരു നാച്ചുറൽ ആയിട്ടുള്ള ആക്ടിങ് ആണല്ലേ. ഓക്കെ, അപ്പോ എന്താണ് ഇനി സാൻഡ്രക്കുട്ടി? സാൻഡ്രയും ഇതിനു മുമ്പേയും പല സിനിമകളുടെ ഭാഗങ്ങളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പോലും
നമ്മുടെ മുഖം രജിസ്റ്റർ ചെയ്യുന്ന എല്ലാവരും തിരിച്ചറിയുന്ന ഒരു കഥാപാത്രമാണ് ഇതിലെ വന്നിരിക്കുന്നത് അല്ലേ? എന്താണ് ഈ കഥാപാത്രത്തെ കുറിച്ച് പറയാനുള്ളത്? കഥാപാത്രം ഞാൻ എങ്ങനെയാണ് അത് തന്നെയാണ് കഥാപാത്രം. വലിയ മാറ്റങ്ങളൊന്നും ഇല്ല, ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. എനിക്ക് അങ്ങനെ അഭിനയിക്കേണ്ടി വന്നില്ല, ഞാനായിട്ട് നിന്നാ മതി എനിക്ക്. ആണോ? അപ്പൊ ഈ ക്യാരക്ടർ കൊള്ളാമോ മോശമോ എന്നാണോ കാണുന്നവര് പറയേണ്ടി വരും. ആണോ? ഓക്കെ. അപ്പൊ എന്നാലും ഈ കഥ വായിച്ചപ്പോഴും സെറ്റിൽ വന്ന് ഇവരെയൊക്കെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോഴും എല്ലാം ഒക്കെ ഒരു നോർമലായിട്ട് ജീവിക്കുന്നത് പോലെ തന്നെ തോന്നി. അതെ, അതായത് നമുക്ക് ആർക്കും ഇവരെ അറിയില്ലല്ലോ. അപ്പൊ വന്ന ടൈമിൽ അങ്ങനെ അറിയാത്ത ആൾക്കാരാണെന്നുള്ള ആ ഒരു തോന്നിയൊന്നുമില്ല. എല്ലാവരും ഭയങ്കര കമ്പനിയായി. എനിക്ക് തോന്നുന്നു ഞങ്ങൾ വന്ന ടൈമിൽ ഒരു സോങ്ങിന്റെ ഷൂട്ടിന്റെ ഇടയിലാണ് നമ്മൾ കയറി വന്നത്. അപ്പോ ഭയങ്കര കമ്പനി ആയിരുന്നു എല്ലാവരും, മുന്നേ അറിയുന്ന പോലെയൊക്കെ ആയിരുന്നു. നല്ല രസമാണ്, പക്ക ഒരു കോളേജ് വൈബ് ഫീൽ കിട്ടി. ഓക്കെ. ഇവരിൽ ആരുമായിട്ടാണ് ആദ്യം പരിചയപ്പെടുന്നത്? എനിക്ക് തോന്നുന്നു ഞാൻ വന്നിട്ട് അജ്മൽ ഖാന്റെ കൂടെ. ആണോ? ഇവരൊക്കെ നേരത്തെ പരിചയമില്ല, കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് പേഴ്സണലി പരിചയമില്ല. ലാസ്റ്റ് പരിചയപ്പെടുന്ന ആരെയാ? നിന്നെയാണോ? ഇവരിൽ ആരാണ് ശരിക്കും ആറ്റിറ്റ്യൂഡ് ഇച്ചിരി ജാടയൊക്കെ പിടിച്ച് നിൽക്കുന്നത്? ഇദ്ദേഹത്തിനുണ്ടോ? അങ്ങനെയില്ല, ഫസ്റ്റ് വന്നപ്പോ നന്നായി സംസാരിച്ച റാഫിക്കാണ്. ആണോ? പിന്നെ അഭിയായിട്ടുള്ള ഒരു കോമ്പിനേഷൻ സീൻ വന്നപ്പോഴാണ് ഇവൻ ഭയങ്കര ടെൻഷനുള്ള ഒരാളാണ്. അപ്പൊ ഇങ്ങനെ നിൽക്കും, ഒന്നും ഇല്ലാതെ നമുക്ക് തോന്നും. ഡയലോഗ് ഇങ്ങനെ ഞങ്ങള് അപ്പൊ നിങ്ങൾ അതിനിടയിൽ ഡിസ്റ്റർബ് ചെയ്യാ ഇതൊന്നും ചെയ്തിട്ടില്ലേ? എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്ന പണി. ഞങ്ങളൊക്കെ നോക്കുമ്പോ ഇവൻ ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കും. എന്തോ അവിടെ സംഭവിക്കുന്നത്, ഞാൻ ഡയലോഗ് പഠിക്കാൻ വേണ്ടിയിരിക്കും, എനിക്കാരും മൈൻഡ് ചെയ്ത് എനിക്കത് പറയണം. നമ്മൾ വേറെ സംസാരിച്ചിട്ടിരിക്കും. ഇതിപ്പോ ഇങ്ങനെ ഇരിക്കുന്നതാണ്. ഞാൻ അർജുനടുത്ത് ചോദിച്ചു, അവൻ എന്താ അങ്ങനെ ഇരിക്കുന്നത്, എന്താ പ്രശ്നം എല്ലാം എന്തെങ്കിലും നമുക്ക് ചോദിക്കണം ചോദിക്കും. നമ്മൾ ചോദിക്കുമ്പോഴാണ് ഇവൻ പറഞ്ഞേ, ഞാൻ ആ മൂഡ് പിടിച്ചോണ്ടിരുന്ന എൻ്റെ അടുത്ത് ചോദിക്കില്ലെന്ന്. ആ ഒരു സാധനം പിടിച്ചിങ്ങനെ അനങ്ങാതിരിക്കും. ആണോ? എത്ര സമയം മുന്നേ കഥാപാത്രമായിക്കൊണ്ടിരിക്കും? അത് അങ്ങനെ സത്യം ഈശ്വര സംഭവം. അതായത് ഞാൻ പെട്ടെന്ന് മൂഡ് ഇങ്ങനെ സ്വിച്ച് ആവും. അതായത് ഇപ്പം ഇത് പറഞ്ഞോണ്ടിരിക്കുമായിരിക്കും, പെട്ടെന്ന് അവിടെ ഒരു കളർ കണ്ട ഞാൻ ആ കളറെ നോക്കിയിരിക്കും. അത് അജുക്കൊക്കെ കയറി എനിക്ക് ഇങ്ങനെ അങ്ങനെ ഇലയിലൊക്കെ നോക്കിയിരിക്കും. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. അപ്പം ഇതിപ്പം ഞാൻ ആ ഡയലോഗ് ഓർത്തില്ലെങ്കിൽ സാറ് പെട്ടെന്ന് ആക്ഷൻ പറയുമ്പോഴത്തേക്ക് ഞാൻ ഡയലോഗ് മറന്നു, എല്ലാം ഫുള്ളി മറന്നു, സ്പോട്ട് ഞാൻ മറന്നു എല്ലാം. അപ്പൊ അതുകൊണ്ട് ഞാൻ അത് തന്നെ മനസ്സിൽ അല്ലെ ഞാൻ മറന്നു. ഞാൻ ഇങ്ങനെ ചെയ്ത കാരണം എന്റെ കൂടെ ഇൻഫ്ലുവൻസേഴ്സ് കുറെ ഉണ്ടായിരുന്നു. അവരെല്ലാം പറഞ്ഞ എനിക്ക് ജാടാന്ന, എനിക്ക് എന്റെ ഇവര് രണ്ടുപേരും പെട്ടെന്ന് ഓക്കെ ആവും. അജുക്കാണ് റാഫിക്കാണ് ആ മൂഡ് പെട്ടെന്ന് കിട്ടും. എനിക്കാണെങ്കിൽ പെട്ടെന്ന് അതിന്റെ മൂഡ് സ്വിച്ച് ആവുന്നത്. ഡെഡിക്കേറ്റഡ് ആയിരുന്നു പുള്ളിക്കാരൻ. ഞാൻ കണ്ടതിൽ അങ്ങനെ എനിക്ക് തോന്നിയത് ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിരുന്നു. അപ്പൊ നമ്മൾ ആദ്യം ഒന്നും എനിക്കിത് കിട്ടിയില്ല. കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഒരു 10-15 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ആളെന്താണെന്ന് ഈ പരിപാടി കിട്ടുന്നത്. അപ്പൊ അതിനു മുന്നേ ഇവൻ എന്ത് ചെയ്തു? എനിക്ക് ദേഷ്യം എന്ത് കാണിക്കുന്നു, എന്തിരിക്കണമെന്ന്. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മനസ്സിലായിട്ട് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതാണ്. പിന്നെ നമ്മളത്തെ ചോദിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ഇവൻ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയി. എന്റെ ലാസ്റ്റ് ക്ലൈമാക്സ് സീക്വൻസ് ഒക്കെ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. പക്ഷെ അബി, നിങ്ങളൊന്നും ഇങ്ങനെ എന്താ പറയാ സ്ക്രീന് ഷൂട്ട് ഇതെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ആർക്കും പേടിയുള്ള ആൾക്കാരല്ല. നിങ്ങൾ ഇതിനു മുമ്പേ എത്രയൊക്കെ ചെയ്തിരിക്കുന്നു. പിന്നെയും ഇങ്ങനെ ഒരു സിനിമ അല്ലെങ്കിൽ കുറെ ക്രൗഡ് ഇതൊക്കെ കാണുന്നത് കൊണ്ടാണ് അബിക്ക് ഇങ്ങനെ ഒരു ടെൻഷൻ? എനിക്ക് സിനിമ അങ്ങനെ ഒന്നും ക്രൗഡ് പേടിയൊന്നുമില്ല. പക്ഷെ ഞാനാണ് എന്റെ ഡയറക്ടറും എന്റെ പ്രൊഡ്യൂസറും. അപ്പൊ ഞാൻ ഓക്കെ പറഞ്ഞ അത് കഴിഞ്ഞില്ലേ. പക്ഷെ ഇവിടെ രാജേഷേട്ടൻ വന്നിട്ട് രാജേഷേട്ടന് അത് ആ ഇമോഷൻ കിട്ടണം. പുള്ളി ചേട്ടൻ ഇമോഷൻ കിട്ടുന്ന വരെ അതിപ്പോ എത്ര ടേക്ക് പോയാലും പുള്ളി ആ ഇമോഷൻ കിട്ടുന്ന വരെ എടുത്തുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോ നമ്മള് കുറച്ച് എന്താ പറയുന്നത്, അതുമല്ല ഞാൻ മൊബൈലല്ലേ നമ്മൾ എടുക്കുന്നത്. ഇവിടെ വരുമ്പോ ജിംബായി ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്നത്, അവര് ലൈറ്റ് സെറ്റിങ്സ് എല്ലാം വരുമ്പോൾ ഞാൻ തെറ്റുന്ന കാരണം ഇവരെ ലൈറ്റ് മാറ്റിക്കൊണ്ടിരിക്കുക സൂര്യൻ കറങ്ങുന്നതനുസരിച്ച്. ഇതെല്ലാം ആകുമ്പോൾ നമുക്ക് ഫസ്റ്റ് പടമല്ലേ. അപ്പൊ ഞാനും കോൺഷ്യസ് ആയി തുടങ്ങി, ദൈവമേ ഞാൻ കഷ്ടപ്പെടുന്നതനുസരിച്ച് അതിലും കഷ്ടപ്പെടുക ലൈറ്റ് ചേട്ടന്മാരും ക്യാമറ ചേട്ടന്മാരും എല്ലാം. അപ്പൊ ഞാൻ കുറച്ച് തോന്നിയോ? ഞാൻ നമ്മള് പേടിച്ചു ഇവനെന്തോ പറഞ്ഞ അങ്ങോട്ടൊക്കെ ഈശ്വര റിലാക്സ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും പോയി ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരുമിച്ചുള്ള സീക്വൻസ് ഒക്കെ ഇല്ലേ റാഫി? ആ സമയത്തൊക്കെ ഇദ്ദേഹം അപ്പൊ എന്തെങ്കിലും അബദ്ധങ്ങളോ ഡയലോഗ് തെറ്റിക്കുക ആയിക്കോട്ടെ അങ്ങനത്തെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവില്ലേ? എല്ലാവരും തെറ്റിക്കും ചേച്ചി, തെറ്റിക്കും. കുറെ സീക്വൻസ് ഒക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കും. പിന്നെ ചില സാധനങ്ങൾ ഒരു കാര്യം ബന്ധമില്ലാത്ത സ്ഥലത്തൊക്കെ കയറി പറഞ്ഞാലോ അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ. എന്താണ് അങ്ങനെ വായിക്കുന്ന വെള്ളി ഏതായിരുന്നു? എന്താണ് പഴം? ഇവര് രണ്ടുപേരും എന്തോ ഭയങ്കര നിഗൂഢമായിട്ട് സംസാരിച്ചോണ്ടിരിക്കും. ഡയലോഗ് എന്റെ ഡയലോഗ് പഴമെന്ന് ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്.
റാഫി സീരിയസ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോ ക്യാമറ നോക്കിട്ട് പഴം ഇത് കഴിഞ്ഞിട്ട് പക്ഷെ അത് വേറെ പ്രത്യേകത ഉണ്ട്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറഞ്ഞ അവിടെ പോയി ഇങ്ങനെ ഒരു സാധനം ഞാൻ ഇട്ടോട്ട് അസ്ഥാനത്തിട്ട് അവിടുന്ന് അപ്പോഴാ രണ്ട് പഴയപ്പോഴത്തേക്ക് റെഡിയായി. മൂന്നാമത്തെ പഴം ഓക്കെ ആയി. ഈ ഒരേ ഫീൽ തന്നെയായിരുന്നു ത്രൂ ഔട്ട് ഈ ഷൂട്ട് തീരുന്നോടം വരെ? അങ്ങനെയല്ല, പല ഇതിനകത്തുണ്ടായിരുന്നു. ചില സമയത്ത് ഒന്നും മീൻസ് ചെയ്തിട്ടേ ശരിയാവുന്നില്ല, ഭയങ്കര ഇതൊക്കെ ഉണ്ട്. ഇങ്ങനെ ശരിയായി. ഈശ്വര, ഇതിനേക്കാളും എത്രയോ ഭേദമാ ഞാൻ എന്റെ ഫോണിൽ ഷൂട്ട് ചെയ്ത് ഓരോന്നും ചെയ്തത്. അമ്മേനെ ഡയറക്ട് ചെയ്ത് അമ്മേനെ ചീത്ത പറഞ്ഞ് അനിയന്റെ അടുത്ത് ഇതൊക്കെ എത്രയോ ഭേദം. ഇത് എന്തൊരു ടെൻഷനുള്ള കാര്യം ഇങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടാവും അല്ലേ? പിന്നെ ഈ ചാണ്ടിയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ നോക്കിയിരിക്കേണ്ട ഒരു സീനൊക്കെ ഉണ്ട്. ചാണ്ടിയെ നോക്കുമ്പോഴേ ചിരി വരും. ചാണ്ടി എന്താ മുഖത്ത് നോക്കിട്ട് ചിരി ഒന്നും വന്നില്ല അല്ലേ? ഒന്നും വരുന്നില്ല. പക്ഷെ എന്റെ അടുത്ത് ഭയങ്കര ഭയങ്കര അത് ഞാൻ പറയണോ? പറയൂ സാൻഡ്ര, എന്താണ്? എന്റെ മുഖം കാണുമ്പോ അവന് എന്താ പറയാ പഴയ പല കാര്യങ്ങളും ഓർമ്മ വരുന്നുണ്ട് അതാണെന്നൊക്കെ. പക്ഷെ അത് ഞാനിങ്ങനെ കുറച്ചുകൂടി ഡീസന്റ് ആയിട്ട് പറഞ്ഞാട്ടോ. അവൻ ഡീസന്റ് ആയിട്ട് ഞാൻ പറഞ്ഞു. പക്ഷെ പാസ്റ്റ് എന്തൊക്കെ ഓർമ്മ വരുന്നുണ്ടെന്നാ പറഞ്ഞ എന്റെ മുഖത്ത്. ഞാൻ മറ്റേ ഒരു ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഒരു മറ്റേ ഇങ്ങനെ കോമ്പിനേഷൻ ആയിട്ടൊക്കെ നിൽക്കുന്ന ഒരു പെണ്ണിന്റെ അടുത്തൊക്കെ നിൽക്കുക. അങ്ങനെ വീട്ടിലായിരുന്നു ഫുൾ ടൈം റീൽ ചെയ്യലേ ചെയ്യും. ഫുൾ വീട്ടിൽ തന്നെ അല്ല, വെളി ഇറങ്ങാറില്ല. അപ്പൊ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ നോക്കി ഞാൻ പണ്ട കോളേജ് സമയത്ത് കോളേജിൽ നിൽക്കുന്ന അടുത്ത് പെണ്ണ് ചെയ്യുന്നു. പെട്ടെന്ന് ആ ഒരു കാലത്തിലേക്കൊക്കെ പോയി. അങ്ങനെയല്ല രസം. അന്ന് ആരും അറിയാതെ ലൈസൻസ് ഒന്നും ഇല്ലാതെ വായി നോക്കാണ്. ഇത് കംപ്ലീറ്റ് ലൈസൻസ് പറ്റൂല. ഇവിടെ ചേച്ചി നോക്കിയിരിക്കും. ചേച്ചിയോട് നോക്കണ അങ്ങനെ റാഫി, നമ്മൾ ഈ പറയുന്ന പോലത്തെ യങ്സ്റ്റേഴ്സിന്റെ ഒരു യൂണിയൻ, ഒരു നിങ്ങളുടെ ഒരു ഗ്രൂപ്പിന്റെ ഒരു രസങ്ങളും ഈ ഹോസ്റ്റലിൽ നടക്കുന്ന കാര്യങ്ങളും ഇത്തരത്തിലൊരു ഇത് കഥ പറയുന്ന തരത്തിലുള്ള പല പല സിനിമകളും നമ്മൾ കണ്ടുപോയിട്ടുണ്ട്. ഇതിനകത്ത് എന്തോ ഒരു പ്രേതമാണോ അതൊന്നും നമുക്കറിയില്ല. നമ്മൾ 16 വെയിറ്റ് ചെയ്യാണ്. അങ്ങനത്തെ ഒരു സംഭവം നിങ്ങൾ ഇട്ടു തരുന്നുണ്ട്. എന്നാലും നമ്മൾ ഈ തരത്തിലുള്ള യങ്സ്റ്റേഴ്സിന്റെ ഹോസ്റ്റൽ കാര്യങ്ങളും ഇത്തരത്തിലുള്ള നിങ്ങളുടെ ഇടയിലുള്ള ഒരു വൈബും കാര്യങ്ങളും യൂത്തിൻ്റെതായിട്ടുള്ള ഇതെല്ലാം കാണിച്ചു പോകുന്ന പല സിനിമകളിൽ നിന്നും എന്ത് പ്രത്യേകതയാണ് ഈ കണിമംഗലം കോവിലത്തിനകത്തുള്ളത്? ഇതിന്റെ പ്രത്യേകത പറഞ്ഞാൽ കുറെ ഇൻഫ്ലുവൻസേഴ്സ് ആണ്. കൂടുതൽ ഇൻഫ്ലുവൻസേഴ്സ് പരിപാടികൾ ഇതിനകത്ത് തോന്നുന്നത്. അതായത് ഇപ്പം നമ്മൾ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് കേരളത്തിൽ. ഒരുപാട് പേര് കഷ്ടപ്പെടുന്നു. അവർക്കെല്ലാം ഇതൊരു ബ്രേക്ക് ത്രൂ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം വെച്ചാൽ ഇതിനൊരു കഥയുണ്ട്, ഒരു സ്റ്റോറി ഉണ്ട്, പിന്നെ എല്ലാവർക്കും റിലേറ്റബിൾ ആണ്, ഹൊററാണ്. പിന്നെ നമ്മുടെ കുറെ വർഷത്തെ ഡ്രീമാണ് ആ സീരീസും ഭയങ്കര കഷ്ടപ്പെട്ടെടുത്ത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തെടുത്ത രാജേഷ് നമ്മളൊക്കെ ഒരു വളരെ ലോ ലെവലിൽ തുടങ്ങിയ സീരീസാണ്. എന്നിട്ട് പുള്ളി ഒരു തീപ്പിരിവിന് തന്നെ പടം ചെയ്തു. അതിനുശേഷമാണ് ഇതിലോട്ട് വരുന്നത്. അപ്പം എല്ലാവർക്കും ഇതൊരു ബ്രേക്ക് ത്രൂ ആയിരിക്കും. കാരണം വെച്ചാൽ എല്ലാം ഉണ്ട് ഈ പരിപാടിനകത്ത്, എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ വേണ്ടി. ഇത് എല്ലാവരും കമ്പയർ ചെയ്യുന്ന അടികപ്പേര് കുട്ടമണി അതാണ് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. കാരണം ഹോസ്റ്റലിൽ കൂടുതലും കാണിക്കുന്ന അതും ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള പരിപാടി എനിക്ക് പിടിച്ചിരിക്കണം. ഡിജിറ്റൽ എലമെന്റ് ഉണ്ട്, എല്ലാവർക്കും ഭയങ്കര എൻഗേജിങ് ആയിരിക്കും. 2 മണിക്കൂർ പടം ആൾക്കാർ ഇങ്ങനെ സന്തോഷം ഫുൾ ഫൺ മൂഡാണോ? ആണോ? കളി ചിരി നിങ്ങളുടെ ആ ഒരു യൂത്തിന്റെ എല്ലാം ഉണ്ട്. ഓക്കെ. ആക്ച്വലി ഹൊറർ ഉണ്ടോ? അതുകൊണ്ട് ഓക്കെ. അപ്പൊ ഏതൊക്കെയോ അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെയാണ് പറഞ്ഞു പോണേ. എന്നാലും ഈ എന്താ പറയാ സീരീസിന്റെ കണിമംഗലം കോവിൽ എന്ന് പറഞ്ഞാൽ കോവിഡ് ടൈം കഴിഞ്ഞിട്ട് ആ ഒരു സമയത്ത് വന്ന് ആ സീരീസ് ഓരോന്നും നോക്കിക്കഴിഞ്ഞാൽ എല്ലാ എപ്പിസോഡിനും ഭയങ്കര വ്യൂസ് ആണ് അല്ലെ? എല്ലാം മില്യൺ വ്യൂസിലാണ് പോയിക്കൊണ്ടിരിക്കണേ. അത്ര മില്യൺ വ്യൂസിലുള്ള, പക്ഷെ അത് അങ്ങനെ തന്നെ നിങ്ങൾ സിനിമ ആക്കിയിരിക്കുകയല്ലോ അല്ലേ? കുറെ മാറ്റങ്ങളുണ്ട്. പക്ഷെ അതും ഈ ഹോസ്റ്റലും കുറെ യങ്സ്റ്റേഴ്സിന്റെ കഥയുന്നുണ്ട്. അതിൽ നിന്നും സിനിമാറ്റിക് വേർഷൻ ആയപ്പം എന്തൊക്കെ മാറ്റങ്ങൾ അപ്പം വന്നിരിക്കുന്നത്? സിനിമാറ്റിക് വേർഷൻ ആയപ്പോഴത്തേക്ക് അതിനകത്ത് +2 കാലഘട്ടമൊക്കെ ചെയ്തിട്ടുണ്ട്. +2 കാലഘട്ടം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കോളേജ് ശേഷം ജോലി പരിപാടി ചെയ്തിട്ടുണ്ട്. പിന്നെ കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞൊരു ഹോസ്റ്റലിൽ നടക്കുന്ന പരിപാടിയും ഹോസ്റ്റലും കോളേജും ഹോസ്റ്റലിൽ എടുത്തൊരു സെമിത്തേരിയും ഉണ്ട്. അവിടെ നടക്കുന്ന കുറച്ച് പ്രശ്നങ്ങളും അതിനിടയ്ക്ക് വരുന്ന നമുക്ക് കിട്ടുന്ന കുറെ പരിപാടികളും പണികളും ഒക്കെയാണ് ഇതിന്റെ മെയിൻ ത്രെഡായിട്ട് വരുന്നത്. ഓക്കെ. അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ തീർച്ചയായിട്ടും ഉണ്ടാവില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും? കാരണം ഇനി തിയേറ്ററിൽ, കാരണം ഇത്രയും മില്യൺ വ്യൂസിൽ പോയിരിക്കുന്ന ഒരു സംഭവം എന്ന് പറയുമ്പോൾ സിനിമയാക്കി കഴിഞ്ഞപ്പോൾ ഈശ്വര അതിന്റെ ഇതാവോ എന്താവും എന്നുള്ളൊരു വല്ലാത്തൊരു ടെൻഷൻ. എങ്ങനെയാണ് ആൾക്കാർ ഇത് എടുക്കണേന്ന് അറിയില്ലല്ലോ. ആ കാലഘട്ടത്തെ ഇറങ്ങി അതിന് ശേഷം ഇത്രയും വർഷം ശേഷമാണ് ഇത് ഇറങ്ങണേ. എന്നാലും അതിന് ഇത്രയും ഒരു ഓഡിയൻസ് ഉണ്ട്. പക്ഷെ ഇത് എങ്ങനെ ഇനിയുള്ള ആൾക്കാർ എങ്ങനെ എടുക്കും എന്നൊരു ടെൻഷൻ ഉണ്ടാവും എന്നുള്ള ടെൻഷൻ. ഓക്കെ. അജ്മൽ പണ്ട് മുതലേ ദുബായിലാണോ? അല്ല, 2015 മുതൽ.
അത്രേ ഉള്ളൂ. അപ്പൊ അതുവരെ നമ്മുടെ തൃശ്ശൂർ തന്നെയാണ്. അല്ല, ഞാൻ കോയമ്പത്തൂരായിരുന്നു എഞ്ചിനീയറിംഗ് പഠിച്ച്, പിന്നെ ഇവിടെ ജോലിക്ക് പോയി, പിന്നെ അത് കഴിഞ്ഞ് അവിടെ ജോലിക്ക് പോയി, പിന്നെ ഇവിടുന്ന് ഇൻഫ്ലുവൻസർ ഫോളോവിങ് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അവിടെ പോയി പിന്നെ ഇതിൽ കൂടെ കുറെ സംഭവം നടക്കുന്ന പറഞ്ഞപ്പോൾ പിന്നെ അത് മാത്രമായി. ഓ ഓക്കെ. അപ്പൊ ഇപ്പൊ സിനിമാ മോഹം ഭയങ്കരമായിട്ട് മനസ്സിലുണ്ട്. സിനിമ മോഹം ഉണ്ട്, പക്ഷെ ഈ അഭിനയിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. കാരണം ഇവരൊക്കെ ഓൾറെഡി ആക്ടിങ്, ഇപ്പൊ അഭിയായാലും ഇവരൊക്കെ ആക്ടിങ് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ ഇവരുടെ അക്കൗണ്ടിൽ കാണാം. എന്റെ അക്കൗണ്ടിൽ ഈ സിനിമയ്ക്ക് ശേഷമാണ് ഞാൻ ചെയ്തു തുടങ്ങിയത്. ഓക്കെ. അപ്പൊ കാരണം എനിക്ക് അറിയണ്ടായിരുന്നില്ല എങ്ങനെ ചെയ്യണമെന്നൊക്കെ. പിന്നെ ഇതിനും ഇവരൊക്കെ കുറെ ഗൈഡ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാവും, ഓക്കെ ഇവിടെ എങ്ങനെയാണ്, ഇവിടെ ഇങ്ങനെയാണ്, ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നടക്കും, അങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട്. കാരണം മോഡലിംഗ് ഒരുപാട് ചെയ്തിട്ടുണ്ട്, ആഡ്സ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഡയലോഗ് പ്രസന്റേഷൻ, ഇങ്ങനെ ഒരു അഭിനയത്തിന്റെ സീൻ എന്നൊക്കെ പറയുമ്പോൾ അത് കുറച്ച് അത് അഡാപ്റ്റ് ചെയ്യാൻ കുറെ ടൈം എടുത്തു ആക്ച്വലി. സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ളത് എനിക്ക് ആദ്യം അറിയണ്ടായിരുന്നില്ല. എനിക്ക് ആക്ടിംഗ് എന്ന് പറയുമ്പോൾ അയ്യോ എന്തൊക്കെയോ ചെയ്യണം എന്നുള്ളായിരുന്നു. പിന്നെ ഇപ്പം പറഞ്ഞുതരും ഇവനൊരു റാഫിയാണോ നിങ്ങളുടെ മൂത്താപ്പ? നിങ്ങൾക്കൊക്കെ വേണ്ട ഓരോ ടിപ്സ് ഒക്കെ നിങ്ങൾ എവിടെയെങ്കിലൊക്കെ കൊണ്ട് അബദ്ധത്തിലാക്കിയിട്ടുണ്ടാ? ഇവനെല്ലാം പറഞ്ഞു തരുള്ളൂ. അതായത് അവന്റെ രീതിയിൽ ഇതാണ് ഈ സിറ്റുവേഷൻ. അപ്പൊ നമുക്ക് അവന്റെ എക്സ്പ്രഷൻ കാണുമ്പോൾ മനസ്സിലും ഓക്കെ ഇങ്ങനത്തെ സിറ്റുവേഷനാണ്. അപ്പൊ നമ്മൾ ആ സിറ്റുവേഷനിൽ പിന്നെ നമ്മൾ ചാണ്ടി നിന്ന് പറഞ്ഞ പോലെ എല്ലാവർക്കും നമ്മളായി നിന്നാ മതി. ഓക്കെ. അപ്പൊ റാഫി ഇപ്പൊ ഓക്കെ, ഞാനാണ് കൂട്ടത്തിൽ അങ്ങനല്ല, ഇത് ഡയറക്ടറുമായിട്ട് എനിക്കൊരു കണക്ഷൻ ഉണ്ട്. 5-6 വർഷം പരിചയമുണ്ട്. അതെ. അപ്പൊ പുള്ളിയുടെ മീറ്റർ എന്താണെന്ന് എനിക്കറിയാം. പിന്നെ ഇവരായിട്ട് നിന്നാ മതി. ഇവരിപ്പോ ഡയലോഗ് പ്രസന്റ് ചെയ്യുമ്പോൾ നമ്മൾ റീലാണെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു പോയതില്ല. അതിന് മോഡുലേഷൻ വേണം, പരിപാടികൾ വേണം, എന്താണ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അതനുസരിച്ച് റിയാക്ഷൻ കൊടുക്കണം. അതൊക്കെ ചേട്ടൻ എനിക്ക് പറഞ്ഞില്ല. ഇവരെന്ത് ഞാൻ പറഞ്ഞു കൊടുക്കുക, ഇവരെന്ത് ചോദിക്കാം, അഭിയാനൊന്നും ചോദിക്കും. ഞാൻ കറക്റ്റായിട്ട് എനിക്കറിയാവുന്ന രീതി എന്റെ രീതി പ്രസന്റ് ചെയ്ത് കൊടുക്കും. പിന്നെ അവരത് അവൻ ഓൾറെഡി മൈൻഡിലുണ്ടാവും. പിന്നെ നമ്മുടെ ഡയലോഗ് ഞാൻ പോയി പറയാം, ഇതൊന്നും കാണിച്ചു ഇവിടെ എന്താ ചെയ്യണം, നീ എന്നെ കാണിച്ചു. അപ്പൊ നിങ്ങളുടെ റൂമിൽ ഫുൾ പിറ്റേ ദിവസത്തേക്കുള്ള ഡയലോഗ് എങ്ങനെ? ഇല്ല. ഓക്കെ. പഠിക്കുവായിരുന്നു. ഞാൻ കണ്ണാടിന്റെ മുമ്പിലും റൂമിലും ഉറക്കില്ലാണ്ട് ഇങ്ങനെ നടന്ന് പഠിച്ചോണ്ടിരിക്കുക. രാഹുലുണ്ട് നമ്മുടെ ഇത് സ്ക്രിപ്റ്റ് നേരത്തെ മേടിച്ചു വെക്കേ, അനങ്ങത്തൊന്നുമില്ല. പഠിച്ചിട്ട് പഠിക്കാത്ത വണ്ടിക്കകത്ത് കയറി എന്നിട്ട് റാഫിക്ക് ഇപ്പൊ ഓക്കെ, പക്ഷെ അജുക്ക് കുരുട്ടുബുദ്ധിയ. അജുക്ക് കയറും, അപ്പൊ ഇന്നെന്തോടാ സ്ക്രീൻ ഏതൊക്കെ എടുക്കുന്നത്? അപ്പൊ ഞാൻ അജുക്ക് ഇതൊക്കെ എടുക്കുന്നത്. ശരി, പുള്ളിക്കറിയാം ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ എന്നോട് ചോദിക്കുന്നു ഇതാ എടുക്കുന്നത്. ഈ അമ്മയുടെ വിശേഷങ്ങൾ, അമ്മ സെറ്റിലിരിക്കുമ്പോൾ നിങ്ങളുടെ എടുക്കുമ്പോൾ കറക്റ്റായിട്ട് അമ്മ എന്തെങ്കിലുമൊക്കെ എടാ നീ എന്താണ് ചെയ്ത് കൂട്ടുന്നതെന്നോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു ഡയലോഗ് എന്തെങ്കിലും അമ്മ അങ്ങനെ പറയാറുണ്ടോ? അമ്മയ്ക്ക് എന്നെക്കാട്ടി ടെൻഷനായിരുന്നു. ഞാൻ അടുത്ത് നിൽക്കരുത് അമ്മയ്ക്ക്, ഞാൻ മാറി താഴെ ഇരിക്കുമായിരുന്നു. എന്നെ കണ്ട അമ്മ പറ്റൂല, ഞാൻ വേറെ സൈഡിൽ പോയി അമ്മ എന്നെ കാണാതിരിക്കാണ്. ചിരി വരും അമ്മ ചെയ്യുന്ന കാണുമ്പോഴോ? അപ്പൊ എങ്ങനെ നിങ്ങൾ ഒരുമിച്ചുള്ള സീനൊക്കെ ചെയ്യണത്? അല്ല, സിനിമയുടെ ഇതിന് വന്നപ്പോ വീട്ടിൽ ഈ സിനിമയിലും അമ്മയുണ്ട്. ഓക്കെ. സിനിമ നിങ്ങളുടെ കോമ്പിനേഷൻ സീനും ഉണ്ടോ? അമ്മയായിട്ട് തന്നെയാണോ? അല്ലല്ല, അമ്മയായിട്ടല്ല. ആരായിട്ടപ്പോ? ആണോ? ഓക്കെ. അപ്പൊ ഡയലോഗ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോ എന്തൊരു രസമായിരിക്കും അമ്മ മകന്റെ ഒരു കെമിസ്ട്രി ഒക്കെ. ഇവരെങ്ങനെയാ സാൻഡ്ര സെറ്റില് അമ്മയും മകനും തമ്മിലുള്ള കെമിസ്ട്രി? ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങൾ വരുന്ന നമ്മൾക്ക് എനിക്ക് തോന്നുന്നു 1 മാസം ഷൂട്ട് തുടങ്ങിയിട്ട് 1 മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടേക്ക് വന്നത്. അതിനു മുമ്പേ അമ്മയുടെ കഴിഞ്ഞു. ഞാൻ ഇവനെക്കാളും ഇവന്റെ അമ്മയുടെ ഫാനാണ് ഞാൻ. എനിക്ക് കാണണമെന്നുണ്ടായിരുന്നു. അതെ, എന്ത് രസമാണ്. ഭയങ്കര ഒരു എന്ത് രസം അമ്മ അഭിനയിക്കുന്ന കാണാനായിട്ട്. നമുക്ക് പിന്നെ ഇങ്ങനെ കാണാൻ തോന്നും അമ്മയുടെ ഓരോന്ന്. ജീവിതത്തിൽ എങ്ങനെയാണ് അതിന്റെ 4-1 മാത്രമേ ക്യാമറയ്ക്ക് കാണിക്കുന്നുള്ളൂ. അടിപൊളിയാ വീട്ടില്. വെറുതെ അല്ല മക്കൾക്കൊക്കെ അഭിനയത്തിന്റെ ഇത് കിട്ടിയിരിക്കണേ. അല്ല അജ്മൽ, അവിടെ ദുബായ് ലൈഫിലേക്കും എന്നാൽ ഇപ്പോൾ കുറച്ച് 10 വർഷത്തോളമായിട്ട് ദുബായ് ലൈഫിലേക്ക് വന്നിരിക്കുകയാണ്. പിന്നെ മോഡലിംഗ് ഒക്കെയാണ് രീതിയും. ഇവിടെയാണെങ്കിലും നാട്ടിലല്ല, കോയമ്പത്തൂർ അങ്ങനെയൊക്കെയാന്നൊക്കെ പറഞ്ഞില്ലേ, പഠിച്ചതും ജോലി ചെയ്തതും ഒക്കെ. എന്നാലും ഒരു ഏജ് ആയപ്പോഴത്തേക്ക് അങ്ങോട്ടായില്ല. അപ്പം ഇവരൊരു പക്ഷെ പറയുന്ന തമാശകൾ, ചെയ്തു കൂട്ടുന്ന രസങ്ങൾ, അതൊക്കെ അജ്മൽ ഫീൽ ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇതൊക്കെ തന്നെയാണ് ചെയ്തിരുന്നത്? പിന്നെ ഞാൻ തൃശ്ശൂർ പഠിച്ചിരുന്നു, +2 വരെ ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അത് കഴിഞ്ഞ് കോയമ്പത്തൂർ പോയിട്ട് പഠിച്ചിരുന്നു. അത് കഴിഞ്ഞ് കഷ്ടപ്പെട്ട് പണി കിട്ടിയിട്ടല്ലേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ അതെല്ലാം റിലേറ്റബിൾ ആണ് അജ്മൽ. ഓക്കെ. നമ്മളിപ്പോ കാണുമ്പോഴേ അജ്മൽ വേറെ തന്നെ ലോകത്തുനിന്ന് വന്ന് ലാൻഡ് ചെയ്ത ഒരാള്. അജ്മൽ നിനക്ക് ദഹിക്കുമോ?
അജുക ഇതെല്ലാം പറഞ്ഞ പോലെ ഓൾറെഡി ഇത് കഴിഞ്ഞിട്ട് വന്നത് അതുണ്ട് നമ്മൾ എന്താ ചിരിക്കുന്നത് ഇതൊക്കെ ആവില്ല. പിന്നെ സ്റ്റൈലിൽ കാര്യം നോക്കുവാണെങ്കിൽ നമ്മളിന് 5 വർഷത്തേക്ക് എന്ത് ചിന്തിക്കുന്നു അത് ഓൾറെഡി പുള്ളിക്കാരൻ്റെ അക്കൗണ്ട് ഇപ്പോഴേ ഉണ്ട്. അതൊക്കെ അത് കഴിയുമ്പോഴേ പുള്ളി 10 വർഷങ്ങളിൽ ഇപ്പൊ ഇട്ട് കഴിയും. ആ ടൈപ്പ് സംഭവമാണ് പുള്ളിയുടെ അക്കൗണ്ടിൽ കിടക്കുന്നത്. അപ്പൊ പിന്നെ പുള്ളിക്ക് നല്ല ഒരു സിമ്പിൾ പരിപാടി. റാഫി ശ്രദ്ധിച്ചിട്ടുണ്ട് അജ്മലിന്റെ ആ ഒരു സ്റ്റൈലും കാര്യങ്ങളും? പിന്നെ ഞാൻ എന്റെ ഫസ്റ്റ് ഫോട്ടോ പുള്ളിയുടെ ഫേസ്ബുക്കിലെ ഫസ്റ്റ് ഫോട്ടോ ഞാൻ ഭയങ്കര ഫാൻ ബോയ് ആയിരുന്നുണ്ട്. സാധനങ്ങള് ബ്രേസ്ലെറ്റ്സ് ഒക്കെ അതൊക്കെ പുള്ളിയുടെ കണ്ട് ഞാൻ മേടിച്ചിട്ടുണ്ട്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പുള്ളി അഭിനയിക്കാൻ പറ്റുമോ, സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുമോ ഞാൻ അറിഞ്ഞില്ല. ഇത് ഒരാഴ്ചയായിട്ട് എനിക്ക് ഇങ്ങനെ അക്കൗണ്ട് അയച്ചു തന്നു. ആഴ്ചയുടെ തോന്നിച്ചിട്ടും വേണ്ടി ഒരാഴ്ചയായിട്ട് എനിക്ക് അക്കൗണ്ട് അയച്ചു തന്നു. ഞാൻ പുള്ളി വിളിച്ച് അതിന് മുമ്പേ ദുബായ് ഇപ്പോൾ ഒരു കണക്ഷൻ ഉണ്ട്, കണ്ടിട്ടുണ്ട് നമ്മൾ പുള്ളിയുടെ മറ്റേ റെസ്റ്റോറൻറ്റ് ഓപ്പണിങ്ങിൽ പോയപ്പോൾ. അപ്പോൾ വിളിച്ചപ്പോൾ ഞാൻ റെഡി, ഓക്കെ കുഴപ്പമില്ല റാഫി വരാൻ മുഖ്യാണ്. പിന്നെ ഇവിടെ വന്ന് കൂടെ അഭിനയിച്ച അടിപൊളി. എനിക്ക് അഭിനയിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞു. ഇതെങ്ങനെ നടക്കാളിയോ ശരിക്കും തന്നെയാണോ പറയണത്? പറഞ്ഞു വാ ശരിയാക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഡയറക്ടർ വിളിച്ചു, ആളോടും പറഞ്ഞു ശരിക്കും എനിക്ക് കോൺഫിഡൻസ് ഇല്ല. സിനിമ എന്നൊക്കെ പറഞ്ഞാൽ ഇവർ പറഞ്ഞ ത്രൂ ഔട്ട് വന്നു. ത്രൂ ഔട്ടൊക്കെ ഇനി ഞാൻ കാരണം ഈ പടത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു ഇതുണ്ടാക്കി വെച്ചിട്ട് ഞാൻ കാരണം അങ്ങനത്തെ ഒരു സീൻ ഉണ്ടാവുന്നത്. പക്ഷെ ഇവരെല്ലാവരും അടിപൊളിയായിട്ട് ഹെൽപ്പ് ചെയ്തു. അപ്പൊ അജ്മലായിട്ട് അപ്രോച്ച് ചെയ്തിട്ടല്ലേ ഈ പ്രൊജക്റ്റിൽ വന്നിരിക്കണേ? ഇവരായിട്ട് വിളിക്കായിരുന്നോ? ഓക്കെ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ആ ഒരു ടെൻഷൻ ഇത്. അപ്പൊ ഫസ്റ്റ് വന്ന മൂവി ഇതാണോ? ഞാൻ ഫസ്റ്റ് വേറെ ഒരു ചെറിയ ഒരു സീൻ ചെയ്തിട്ടുണ്ട്, അയൽവാസി എന്ന് പറഞ്ഞിട്ട് ഒരു മൂവിയിൽ. അത് ആ എക്സ്പീരിയൻസേ ഉള്ളൂ. ഓക്കെ ഓക്കെ. യെസ് റാഫി ചെയ്തു പോയ ബാക്കി സീരീസുകളായിക്കോട്ടെ, സീരീസ് എല്ലാം തന്നെ ഹിറ്റ് ആയിട്ടുള്ള സീരീസാണ് റാഫി. അതിൻ്റെ എല്ലാം ഭാഗമായിട്ടുണ്ട് അല്ലേ? സിനിമകൾ നോക്കിക്കഴിഞ്ഞാലും അതെ. ഇപ്പം ഇതിനകത്ത് റാഫി ബാക്കി ചെയ്ത സിനിമകളിലെല്ലാം കുറച്ചും കൂടെ സീനിയർ ആയിട്ടുള്ള വേറെ ആർട്ടിസ്റ്റുകൾ കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ എന്താ പറയുക, നമുക്കൊന്ന് ഒരു തൂണ് പോലെ ചാരാനോ എന്തൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. പക്ഷേ ഈ ഒരു പ്രൊജക്റ്റിലേക്ക് വന്നപ്പോഴത്തേക്ക് വേറെ തന്നെയാണ്, ഫേസ് വേറെ തന്നെയായി. കുറച്ചും കൂടെ നമുക്ക് ഉത്തരവാദിത്വം വന്നു. ആ ഒരു ടെൻഷനും കാര്യങ്ങളും അതൊക്കെ ശരിക്കും റാഫി ഗോ ത്രൂ ചെയ്തോ? ഭയങ്കര പേടിയായിരുന്നു ചേച്ചി, ശരിക്കും പേടി, ഇപ്പോഴും പേടിയാണ്. കാരണം വെച്ചാൽ ഇത്രയും നാളെ ഞാൻ പൊക്കോണ്ടിരുന്ന ട്രാവലിൽ എന്നെ പുൾ ഓഫ് ചെയ്യാൻ ഒരു സൈഡ് ഉണ്ട്, ചാഞ്ഞ് കിടന്നാൽ ഓക്കെ ആണെന്നുള്ള സാധനമുണ്ട്. ഈ സമയം വരുമ്പോൾ നമ്മൾ ഇത്രയും പേരല്ലേ ഉള്ളൂ, നമുക്കറിയില്ലല്ലോ എന്താ സംഭവിക്കണമെന്ന്. ഇപ്പം കുറച്ചുകൂടെ സിനിമ ഇവർക്ക് ഒരു 2-3 സിനിമ ചെയ്തിട്ടുണ്ട്. അല്ലാതെ നമ്മളൊരു മെയിൻ സ്ട്രീമിൽ ഒരു നായകനോട് അഭിനയിക്കും നമ്മൾ ഭയങ്കര കംഫർട്ടായിരിക്കും. ഒന്നും പേടിക്കേണ്ട, അവരുടെ കൂടെ നിന്നാൽ മതി. അപ്പം ഭയങ്കര ടെൻഷൻ പിടിച്ച പരിപാടിയാണ്. എന്താവും റബ്ബേ, എന്താവും 16-ാം തീയതി, എന്തായിരിക്കും പ്രേക്ഷകർ എടുക്കണം, ആ പുതിയ പിള്ളേർ ഇവർ കുളമാക്കിയോ നന്നാക്കിയോ, എന്താണ് അവർ റിവ്യൂലൂടെ പറയണമെന്നൊരു ടെൻഷൻ ഇപ്പോഴും ഉണ്ട് എൻ്റെ മനസ്സിൽ. അറിയില്ല, കംഫർട്ട് സോൺ അർജുൻ്റെ കൂടെ തന്നെയാണ് എപ്പോഴും. ഇനിയിപ്പോൾ എവിടെ പോയാലും അത് കംഫർട്ട് സോൺ തന്നെയാണ്. അതൊരു എന്താ പറയാ, അതിനൊരു നമ്മളങ്ങ് നിന്നാൽ മതി കൂടെ, ബാക്കിയെല്ലാം അത് നിങ്ങളുടെ ഒരു കെമിസ്ട്രി ഭയങ്കരമായിട്ട് അത് വർക്ക് ചെയ്തിട്ടുണ്ട്. ബെന്നിയില് ഓക്കെ ആയിരുന്നു, കുടിക്കുന്നുള്ള കഥാപാത്രം. മറ്റേ സുമതിയില് കുട്ടൻ എന്ന് പറഞ്ഞ കഥാപാത്രം, തലവരയില് കളവ് എന്ന് പറഞ്ഞ കഥാപാത്രം, അത് എല്ലാം കംഫർട്ടായിരുന്നു. ഏറ്റവും കണക്ട് ആയത് തലവരെ തന്നെ. ആ ഒരു കഥാപാത്രം തമ്മിൽ ഭയങ്കര കണക്ഷൻ ഉണ്ടായിരുന്നു. ഓക്കെ. ഇതിനകത്തൊക്കെ പറഞ്ഞ സിനിമയിലൊക്കെ ത്രൂ ഔട്ട് ആയിട്ടുള്ള ക്യാരക്ടർ ആയിരുന്നു റാഫി ചെയ്തിരുന്നതെല്ലാം. പക്ഷേ ഈ സിനിമയിലേക്ക് വരുമ്പം റാഫിയാണ് ലീഡ് ചെയ്ത് നിൽക്കുന്നത് അല്ലേ? അപ്പം അത് റാഫിയിലൂടെ മാത്രമായിട്ട് ഈ കഥ പോവാണോ, അതോ നിങ്ങൾ എല്ലാവരുടെയും ഒരു ഗ്രൂപ്പിന്റെ കഥയാണോ? നമ്മൾ 3 പേരിലൂടെയാണ് കഥ പോകുന്ന പരിപാടി. അപ്പൊ ഇവരൊക്കെ വന്നു പോകുന്നെങ്കിലും കഥയുടെ ഇന്റർവ്യൂവിന് ശേഷം വേറൊരു ഏരിയയിലോട്ട് പോകും പരിപാടി. അപ്പൊ അതെന്താണെന്ന് 16-ാം തീയതി അറിയട്ടെ. ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ ലൈഫിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ഫേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ഇൻസിഡൻസ് ഇതിനകത്ത് ഉണ്ടാവും. അതായത് ഉണ്ട്. കാരണം വെച്ചാൽ കോളേജിൽ നടന്ന പരിപാടികൾ ഒരുപാടുണ്ട്. നമ്മളിടുന്ന കൗണ്ടറുകളായിക്കോട്ടെ, ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ള കൗണ്ടറുകളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. നമ്മൾ തന്നെ ആയിട്ടാണ് ഇതിനകത്തിരിക്കുന്നത്. ഒരു ആക്ഷൻ പറയുമ്പോൾ നമ്മുടെ മോഡുലേഷൻ, നമ്മുടെ രീതി മാത്രമേ ചേഞ്ച് ആവുന്നുള്ളൂ. നമ്മൾ എങ്ങനെയാണോ അജ്മൽ ഖാൻ, എങ്ങനെയാണോ അബി കൃഷ്ണ, എങ്ങനെയാണോ സാന്ദ്ര ചാണ്ടി, എങ്ങനെയാണോ റാഫി, അത് തന്നെയാണ് ഇതിനകത്ത് തോട്ട് പിടിക്കുന്നത്. സെയിം പേരും അത് തന്നെയാണ് പിടിക്കുന്നത്. പിന്നെ രാജേട്ടൻ ഭയങ്കര ഫ്രീ ആക്കി നമ്മളെ. അതായത് ഒരു സെറ്റിൽ ചെല്ലുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഡയറക്ടറല്ല. ഡയറക്ടർ നമുക്ക് ഭയങ്കര ഫ്രീ ആയിട്ട്, നിങ്ങൾ ഫ്രീ ആയിട്ട് ചെയ്തോ, കുഴപ്പമില്ല, ഇതിങ്ങനെ കുഴപ്പമില്ല, അടുത്തേക്ക് പോട്ടെ, വളരെ ഫ്രീ ആയിട്ട് നമ്മൾ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പം ഇവരെ പറഞ്ഞാണെങ്കിൽ ഫസ്റ്റ് വരുമ്പോൾ അവർക്കൊരു പേടിയാണ്, 1-2 ടേക്ക് പോകുമ്പോൾ പ്രശ്നമാവോ പാളുവോ എന്നൊക്കെയുള്ള പേടിയുണ്ട്. പക്ഷേ പുള്ളി അത് കറക്റ്റ് ക്ലിയർ അപ്പ് ചെയ്ത് എല്ലാ പരിപാടിയും പിടിച്ചു വെച്ചിട്ടുണ്ട് 2 മണിക്കൂർ. വലിയ കാര്യം തന്നെ. പിന്നെ നിങ്ങളുടെ ഒരു ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഒരാൾക്ക് ടെൻഷൻ ഉണ്ടെങ്കിലും ഈക്വലി ഒരേ വൈബുള്ള ആൾക്കാരാണ് എല്ലാവരും. എല്ലാ ഇൻഫ്ലുവൻസേഴ്സും ഞാൻ കണ്ട, സത്യം പറഞ്ഞാൽ ഈ ഇൻഫ്ലുവൻസേഴ്സിനെ കാണുമ്പോൾ ഞാൻ ഇവരൊന്നും നേരിട്ട് കണ്ടിട്ടില്ല. ഈ പറയുന്ന അഭിയെ നേരിട്ട് കണ്ടിട്ടില്ല, ആരെയും കണ്ടിട്ടില്ല. ആകെ അജുവിനെ മാത്രം കണ്ടിട്ടുണ്ട്, പിന്നെ കുറച്ചുപേരെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവരൊക്കെ എന്താണ് ചെയ്യുന്നത്, റിയലും തമ്മിൽ എന്താണ് ചെയ്യുന്നത് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അവരൊക്കെ നല്ല അസാധ്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ ഒരു ബ്രേക്ക് ത്രൂ തന്നെ ആയിരിക്കും.
പതിവ് സിനിമയിൽ കിട്ടുന്നതിനെക്കാട്ടിയും കൂടുതൽ സീക്വൻസ് ഇവർക്ക് ഈ സിനിമയിൽ കിട്ടുന്നുണ്ട്. ഓ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇവരെന്താണ് ചെയ്യുന്നത്, ഇവർ റീൽ കണക്കാണോ ചെയ്യുന്നത്? അല്ല റീൽ കണക്ക് ചെയ്തപ്പോൾ പുള്ളി മെൻറ്റർ ചെയ്തത് മാറ്റി, റീൽ കണക്കല്ല കുറച്ചുകൂടി മെറ്ററാക്ട് മോഡുലേഷൻ ഒക്കെ വെച്ച് പറയണം എന്നൊക്കെ പറഞ്ഞ് അവരെ കൊണ്ട് അടിപൊളിയായിട്ട് ചെയ്യിച്ചിട്ടുണ്ട്. അവർക്ക് ഈ സിനിമ കാണുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. എൻ്റെ കൂടെ തന്നെ ഒരു ഫ്രണ്ട് ഒന്നുണ്ടായിരുന്നു. എൻ്റെ ഞാൻ അവൻ്റെ കൂടെ ഇങ്ങനെ പോകുന്നു, 30 ദിവസം ഇവിടെ വന്ന് നിൽക്കണം. അങ്ങനെ ഇപ്പോൾ അവനെയും കൂട്ടി വന്നു. അവൻ്റെ വർക്കൊക്കെ കളഞ്ഞിട്ട് നീ ഇവിടെ നിൽക്കും, 1 മാസം നമുക്ക് ഇവിടെ നിന്ന് അടിപൊളിയാക്കി പോകും. അപ്പം നമ്മൾ ഒരുമിച്ചാണ് നിന്നിരുന്നു. അങ്ങനെ അവനും ഇതിൽ അടിപൊളി ചെയ്തിട്ടുണ്ട്. ഓ ഇതിൽ ആക്ട് ചെയ്തിട്ടുണ്ടോ കൂട്ടുകാരനും? ഓ ആഹാ ആ അപ്പൊ പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ഈസി ആയല്ലേ എല്ലാം. ഓക്കെ, ഇനി നമുക്കൊരു സെഗ്മെന്റിലേക്ക് പോവാം. ഈ കണിമംഗലം കോവിലകം എന്ന് പറഞ്ഞ പേര് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയണം, 4 പേരും ചെയ്യണം കേട്ടോ. എന്നിട്ട് അത് വെച്ചിട്ട് ഓരോരുത്തരും ഓരോരോ നിങ്ങളുടേതായിട്ടുള്ള ഇഷ്ടപ്പെട്ട ഒരു കഥ ഉണ്ടാക്കണം. ഞങ്ങൾ നോക്കട്ടെ, നിങ്ങൾ 4 പേരിൽ ആരാണ് ഏറ്റവും നല്ല രീതിയിൽ കഥ ഉണ്ടാക്കാൻ മിടുക്കൻ അല്ലെങ്കിൽ മിടുക്കി ആരാന്ന് നോക്കട്ടെ. കണിമംഗലം പേര് അതായത് ഇപ്പൊ എക്സാമ്പിൾ ഒരിടത്തൊരിടത്ത് കണിമംഗലം കോവിലകം എന്ന് പറഞ്ഞൊരു ഒരു കൊട്ടാരം ഉണ്ടായിരുന്നു. ആ കോവിലകത്തെ രാജാവിന്റെ പേര് ഇതാണ്. ആ രാജാവിന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ അങ്ങനെ ഒരു കഥ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഒരു കഥ ഉണ്ടാക്കുക. ഓക്കെ, ആര് തുടങ്ങണം? ആര്? റാഫി അല്ലേ ഇവരിലെ മൂത്താപ്പ? അപ്പൊ പിന്നെ റാഫിയിൽ തുടങ്ങാം. നിങ്ങൾ ഒറ്റയ്ക്ക്, ഇവരാരും വേണ്ട. റാഫി വേറെ തന്നെ ഒരു കഥ ഉണ്ടാക്കുക. ഒരിടത്തൊരിടത്ത് ഒരു കണിമംഗലം കോവിലം എന്നൊരു കൊട്ടാരം ഉണ്ടായിരുന്നു. ആ കൊട്ടാരത്തിൽ രാജാവിന് ഭയങ്കര ആഗ്രഹം അതിയായ സുന്ദരിയായ ഒരു ഭാര്യയെ കല്യാണം കഴിക്കണം. അങ്ങനെ അവർ വേറൊരു കോവിലം തേടിപ്പോയി. ഇടയ്ക്കിടയ്ക്ക് ഈ പേര് പറയണം. വേറൊരു കോവിലം തേടിപ്പോയി. ആ കോവിലത്തിന്റെ പേര് കണിമംഗലം കോവിലം എന്നായിരുന്നു. അങ്ങനെ യാദൃശ്യമായിട്ട് 2 കുടുംബത്തിന്റെ പേര് കണിമംഗലം കോവിലം എന്നായപ്പോൾ അവിടുത്തെ മന്ത്രി ഇവിടുത്തെ മന്ത്രി എടുത്ത് പറഞ്ഞ് ആ രാജകുമാരിക്ക് ഈ രാജകുമാരൻ ഓക്കെയാണ്. അങ്ങനെ അവർ 2 പേരും കണിമംഗലം കൂടെ സെറ്റായി. അവര് വീണ്ടും ഒരു കോവിലം തുടങ്ങി. അതിന്റെ പേര് ഒരു കണിമംഗലം കോവിലം എന്ന് വെച്ചു. അങ്ങനെ ഒരു നല്ല കുടുംബമായിട്ട് ചെയ്യും. ഓക്കെ, എത്ര സീരിയസ് ചെയ്തിരിക്കുന്ന ആളെ, എത്ര കഥകള് കേട്ടിരിക്കുന്നു. പറയാൻ ഭയങ്കര പാടാ. ഇങ്ങനെ തന്നെ പറയാൻ പറ്റില്ല. എന്നാ ശരി സാൻഡ്ര, ടെൻഷനായി. നോക്കട്ടെ ആരാണ് നിങ്ങൾ കണിമംഗലം കോവിലും കാണോട്ടോ പ്രൊമോട്ട് ചെയ്തോണ്ടിരിക്കണേ. ഏറ്റവും നല്ല രീതിയിൽ കഥ പറഞ്ഞാൽ അതിങ്ങനെ റീൽ കട്ട് വന്നുകൊണ്ടിരിക്കും. ഒരിടത്ത് കണിമംഗലം എന്നൊരു തറവാടും കോവിലകം എന്നൊരു തറവാടും ഉണ്ടായിരുന്നു. അപ്പൊ ഇതിപ്പോ പറഞ്ഞു കാര്യസ്ഥലിന്റെ കഥയോ അയ്യോ അത് പോയി വരുമ്പോ അതാവുന്ന കഥ. എന്നാലും പറയാം. അപ്പൊ ഇവർ 2 പേരും ജഗടയാണ്. ഈ കണിമംഗലത്തെ തറവാട്ടിലെ ആൾക്കാരും കോവിലകത്തെ ആൾക്കാരും കണ്ടെടുത്ത 2 പേർക്ക് കണ്ടുകൂടാ. അവിടുത്തെ ആണുങ്ങളായാലും അതെ പെണ്ണുങ്ങളായാലും അതെ എപ്പോഴും അടിയാണ്. അവര് ഇപ്പൊ കണിമംഗലത്തിൽ നിന്ന് ഒരാൾ പുറത്തു പോകുമ്പോ കോവിലകത്തിൽ നിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാലും അവര് തമ്മിൽ അടിയാണ്. അങ്ങനെയുള്ള ആൾക്കാരാണ്. അപ്പോ എന്നും ഇവരുടെ വീട്ടിലടി, നാട്ടിൽ ഈ കണിമംഗലത്തിലും കോവിലകത്തിലും എന്നും അടിയായതുകൊണ്ട് ഇത് നാട്ടില് ഫുൾ അടിയാവാൻ തുടങ്ങി. നാട്ടിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചങ്ങനാചിത്രം. അവസാനം ഇവർ മറ്റേ പണിക്കരെ വിളിച്ച് ചെക്ക് ചെയ്തപ്പോഴാണ് എന്താണ് പറയാ ജോത്സ്യൻ കണിയേറിനെ വന്ന് കണ്ടപ്പോഴാണ് പറയുന്നത് കണിമംഗലും കോവിലകം ഒന്നിച്ചാലാണ് നാട്ടിലത്തെ പ്രശ്നങ്ങളൊക്കെ തീരുന്നത്. അങ്ങനെ ഇവര് ആദ്യമൊക്കെ കുറെ കണിമംഗലും കോവിലകവും തമ്മിൽ ഭയങ്കര അടിയായിരുന്നു. നമുക്ക് പറ്റില്ല, ഞങ്ങള് ഒരിക്കലും ഇങ്ങനെ നിൽക്കില്ല. ഈ കണിമംഗലം പറയും ഞാൻ കോവിലകത്തെ ആൾക്കാരായിട്ട് മിണ്ടില്ല, ഇവര് പറയും ഞങ്ങൾ കണിമംഗലത്തെ ആൾക്കാരായിട്ട് മിണ്ടില്ല എന്ന് പറയും. അവസാനം ഇങ്ങനെ വീട്ടിലെ പെണ്ണുങ്ങൾ പറഞ്ഞു ഓക്കെ നമുക്ക് ഇന്നൊരു കാര്യം ചെയ്യാം, നമ്മൾ കാരണം വീട്ടിലായി നാട്ടിലെ പ്രശ്നങ്ങൾ സോൾവ് ആവുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. പുതുക്കോട്ടയിലെ പുതുമണവാളൻ എനിക്ക് വേറെ കുറെ എല്ലാ സിനിമയും കാണാറുണ്ടെന്ന് മനസ്സിലായി. കാര്യസ്ഥനും പുതുക്കോട്ടയിലെ പുതുമണവാളൻ കേട്ടോ കിട്ടുന്നത് മനസ്സിലായി. അതെ 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 അവസാനം ഇവിടുത്തെ ഒരു പെൺകുട്ടീനെ അവിടുത്തെ ചെക്കൻ കല്യാണം കഴിക്കണം. നേരത്തെ കല്യാണം കഴിച്ചില്ല, പിന്നെ കല്യാണം വേണ്ട. അപ്പൊ നാട്ടിലെ പെണ്ണുങ്ങൾ തീരുമാനം എടുത്തു നമുക്ക് കണിമംഗലും കോവിലകം കൂടി ഒരുമിച്ച് നമുക്ക് എന്തെങ്കിലും ആക്കാൻ, നാട്ടിലെ പ്രശ്നങ്ങൾ മൊത്തം തീർക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ കണിമംഗലും കോവിലം കൂടി ഒന്നിച്ച് അവർ നാട്ടിലെ പ്രശ്നങ്ങൾ സോൾവ് ആക്കി.
കഥയുടെ സോൾവ് ആക്കി എന്നിട്ട് അവരെ പേര് രണ്ടും കൂടെ ഒരു കുടുംബമായി ആ മതിലൊക്കെ പൊളിച്ച് കളഞ്ഞിട്ട് അവിടെ മറ്റേ ബോർഡ് വെച്ച് കണിമംഗലം കോവിലകം. ഈ ആ കഥ കേട്ടിട്ട് അഭിക്ക് തടിക്ക് കൈ വെച്ച് ഇത് അവരുണ്ടാക്കും കഥ. കാരണം അഭി എത്ര അവരുടെ ഓരോ ഇതിന് വേണ്ടിട്ട് എന്തൊക്കെ കഥകൾ. അമ്മയില്ലാതെ നീ മാത്രമേ ഉള്ള കഥ. ശരിക്കും അഭിയുടെ നിങ്ങളുടെ ഓരോന്നിനകത്ത് അമ്മയാണോ കഥ പറഞ്ഞു തരുന്നത്? അമ്മ അഭിനയിക്കും, ബാക്കിയല്ല ഞാൻ. ആണ്. എന്നാ ഞങ്ങളൊന്ന് കഴിവ് കാണട്ടെ. അയ്യോ എനിക്ക് അവരുടെ കണിമംഗലം കോവിലകം. ഒരു ചെറുപ്പക്കാരനായ ഒരു ചെറുക്കൻ ഉണ്ടായിരുന്നു. അപ്പൊ അവൻ എല്ലാരും ചെയ്യുന്നതിനെക്കാട്ടി വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പേരഭി. അപ്പൊ അവൻ വെറൈറ്റി ആയിട്ട് ഒരു റെസ്റ്റോറന്റ് തുടങ്ങി, മന്തി, കണിമംഗലം മന്തി. അപ്പം അവിടുത്തെ വെറൈറ്റി എന്താണെന്ന് ചോദിച്ചാൽ അവിടെ വിളമ്പുന്ന ആളുകൾക്കെല്ലാം നമ്മുടെ ലാലേട്ടന്റെ സിനിമയിലെ ഓരോരോ പ്ലേസ് ഉണ്ട്, ഓരോ റൂമുണ്ട്. ആ റൂമ് ആ കഥാപാത്രം അല്ലെങ്കിൽ ആ ഒരു പ്ലേസുമായിട്ടുള്ള ബന്ധമായിരിക്കുമല്ല. കണിമംഗലം, അപ്പൊ അങ്ങനെ ജഗന്നാഥ, അങ്ങനെ അങ്ങനെ ആയിരിക്കും. അപ്പം അവിടുന്ന് ഏറ്റവും നല്ലൊരു കിട്ടുന്നില്ലൊന്നും. അപ്പൊ അവിടെ ഫുഡ് സേഫ്റ്റി കണ്ടുപിടിച്ചു, ഫുഡ് കണ്ടുപിടിച്ചു. നല്ല മന്തി ആയതുകൊണ്ട് അങ്ങനെ വ്ളോഗേഴ്സ് ഒക്കെ വന്ന് വൈറലായി. അങ്ങനെ കണിമംഗലം ഓപ്പോസിറ്റ് അജ്മൽ ഖാൻ ഒരു കോവിലം അവര് തമ്മിൽ ജഗടേ. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ ഇവരെ വഴക്ക് തീർക്കാൻ വേണ്ടി എന്നെ വ്ളോഗറായിട്ട് വിളിച്ചു. രണ്ട് കടയും കൂടെ ഒരുമിച്ച് കണിമംഗലം കോവിലിന് കടയാക്കി സാന്തച്ചാട്ടി ഗസ്റ്റ് ആയിട്ട് ഉദ്ഘാടനം ചെയ്തു. അയ്യോ, ഇനി ഇതും കൂടെ ഒന്ന് കേക്കട്ടെ. എന്താണോ? അതെ. നമുക്ക് ദുബായ്ക്കാരുടെ കഥ കേൾക്കാം. ദുബായ് സ്റ്റൈൽ. നമുക്ക് ദുബായിലേക്ക് പോവാം. കണിമംഗലം കോവിലകമായിട്ട് ദുബായിലേക്ക് എത്തി. ഒരിടത്തൊരു ജീവാഗണമായിട്ട് പൊക്കൊണ്ടിരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഒട്ടകത്തിനെയും ഒക്കെ കേട്ടാ. പറയൂ. ഒരിടത്ത് ഒരു കോവിലക ഉണ്ടായിരുന്നു. ആ കോവിലും വലിയൊരു കോവിലകായിരുന്നു അവിടുത്തെ തറവാട്ടരൊക്കെ. പെട്ടെന്ന് അവിടെ ഒരു പ്രശ്നം വന്നിട്ട് അവരെല്ലാവരും ആ കണിമംഗലം കോവിൽ എന്ന് പറഞ്ഞ വീടൊക്കെ വിറ്റ് പുറത്ത് പോകേണ്ടി വന്നു. അവർ ആ വീടിന്റെ പുറത്ത് കണിമംഗലം കോവിൽ എന്ന് എഴുതി. അവിടുത്തെ മോൻ എന്തായി, അവൻ വലുതായിട്ട് അവൻ ദുബായി പോയി. ദുബായി പോയിട്ട് അവിടെ ഈ പറഞ്ഞ പോലെ വണ്ടി ഓടിച്ച് നടക്കുമ്പോൾ ഒരു ഒട്ടകത്തിന് ഒരു കാറിടിച്ചെടുക്കുന്ന അറബീനെ കാണും. കാശുണ്ടാക്കി വീണ്ടും നാട്ടിൽ വന്നിട്ട് വലിയൊരു കൊട്ടാരം പോലത്തെ ഒരു കൊട്ടാരം ഉണ്ടാക്കും. അതിന് കണിമംഗലം കോവിൽ പിന്നെ അവരുടെ ചെടി തുടങ്ങി. ഇപ്പൊ നിങ്ങക്ക് അല്ല, ഇപ്പൊ മനസ്സിലായില്ലേ? ഒരു എന്താ പറയാ, ഒരു ത്രെഡ് കിട്ടിയാൽ പോലും അത് ഡെവലപ്പ് ചെയ്ത് എടുക്കണേലൊക്കെ ഉള്ള ഒരു പാട്, എന്ത് ബുദ്ധിമുട്ടാണ് ഒരു സിനിമ മേക്ക് ചെയ്ത് എടുക്കുക എന്ന് പറയണത്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ സിനിമയിൽ ഏറ്റവും ഈസി എന്ന് പറയുന്നത് വന്ന് അഭിനയിച്ചു പോകുന്ന പണി തന്നെയാണ്. സ്ക്രിപ്റ്റ് കിട്ടുന്നു, നമ്മൾ ഡയലോഗ് പഠിക്കുന്നു. ആണോ? കാരണം അവര് എഴുതി വെച്ചേക്കുന്നത് അവർക്ക് കിട്ടണം. അത് എഴുതി വെക്കുമ്പോൾ അവരുടെ മൈൻഡിനകത്ത് ഇപ്പം ഞാൻ തന്നെ ഇപ്പം അത്രയൊന്നും അല്ലെങ്കിൽ പോലും സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ എൻ്റെ അമ്മ ഏതൊക്കെ എക്സ്പ്രഷൻ ചെയ്യണം, അല്ലെങ്കിൽ അവിടെ ഏതൊക്കെ സാധനം കൊണ്ടുവരണം ഞാൻ മനസ്സിൽ അമ്മയോട് പറഞ്ഞിട്ട് ചെയ്തിട്ടായിരിക്കും പറയുന്നത്. അത് തന്നെ ഒരു 20 ടേക്ക് ഞങ്ങൾ പോകാറുണ്ട് റീൽസിനകത്ത്. അപ്പൊ ഇത്രയും സീരിയസ് ആയിട്ടാണ് സിനിമയ്ക്കകത്ത് ഒരു ഷോട്ട് എഴുതുമ്പോൾ അവർക്ക് ആ വികാരം അല്ലെങ്കിൽ ഇമോഷൻ അവിടെ കിട്ടുന്നവരെ നമ്മളെ മാത്രമല്ല, നമ്മൾ വേറെ ഈ ആക്ഷൻ പറയുന്നതിന് മുമ്പ് നമ്മൾ വേറെ എന്ത് ഇമോഷനിലാണോ, കരഞ്ഞോണ്ടിരിക്കണോ, വിഷമിച്ചോണ്ടിരിക്കണോ, ചിരിച്ചോണ്ടിരിക്കാന്ന് വിചാരിച്ചു. പക്ഷെ ആക്ഷൻ പറയുമ്പം അവിടെ എന്ത് ഇമോഷനാണോ വേണ്ടത് അത് നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കേണ്ടി. അത് എപ്പോഴും പേടിയാണ്. അത് ഈ ചെയ്ത അവസാനം വരെ കാണുന്നത്. അതെ. ഇപ്പോൾ ഇനി റീൽ എടുക്കാനായിട്ട് അവിടെ ചെല്ലുമ്പോൾ അമ്മേനെ ചീത്ത പറയും. അമ്മേൻ്റെ അടുത്ത് വീണ്ടും റീടേക്ക് ചെയ്യാൻ പറയുമ്പോഴത്തേക്ക് അമ്മയുടെ വകയിൽ തിരിച്ചു കിട്ടും. നീ എന്നെ വലിയ ഇത് പറയാൻ നിൽക്കണ്ട, നീ വെള്ളം കുടിച്ചത് ഞാൻ കണ്ടതാണ്. ഇപ്പൊ റീൽ എടുക്കാൻ നേരം ഇപ്പം ഇവിടെ വന്ന് ഞാൻ ഡയലോഗ് ഒക്കെ പഠിക്കുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാനല്ല ഒറ്റയ്ക്ക് ഇവിടെ എങ്ങാണ്ട് സിനിമ ഒക്കെ പഠിച്ചു ഭയങ്കര എളുപ്പമുള്ളൂ. ഇപ്പൊ ലുലുമാളിലൊക്കെ പോയിട്ട് നമ്മൾ പ്രൊമോഷൻ എടുക്കാൻ നേരം ഞാൻ ആളുകളുടെ ഒന്നും സീനില്ല. ഞാനെന്ന് പറയും എന്നെ ഇതാ, ഞാൻ ഡയലോഗ് പെട്ടെന്ന് പറയും. അമ്മ പേടിയാ. ഇവിടെ വന്ന കാരണമാണ് ഞാൻ ഡയലോഗ് പെട്ടെന്ന് പറയാൻ പഠിച്ചത്. ഓക്കെ. സാൻഡ്ര, ഇവിടെ വന്ന് ഇപ്പം ഈ മൊത്തം അവിടെ ആൺപടകളാണോ ഇതിനകത്ത് കൂടുതലായിട്ടുള്ളത്? ആണോ? അപ്പൊ നിങ്ങൾക്ക് ഗേൾസിനുള്ള സ്പേസ് എങ്ങനെയാ നിങ്ങൾക്ക് കിട്ടി? എനിക്ക് അത് വലിയ പ്രശ്നമൊന്നുമില്ല. ഇവര് പിന്നെ കാര്യം നോക്കുന്നു, ഞാൻ എന്റെ കാര്യം നോക്കുന്നു. ഇടയ്ക്ക് എന്നെ വന്ന് ചൊറിയും. സെറ്റിൽ നടന്ന വലിയ നിങ്ങളെയൊക്കെ ഒരുപാട് ചിരിപ്പിച്ച ഒരു സംഭവം എന്തായിരുന്നു? ഒരു ഡയലോഗ് ഉണ്ട്, പക്ഷെ ഇപ്പൊ പറയാൻ പറ്റില്ല. അയ്യോ,
ഒരു സീക്വൻസിൽ പറഞ്ഞ ഡയലോഗ് തിയേറ്ററിൽ വരുമ്പോ നല്ല രസമായിരിക്കും റോഡിൽ നിന്നിട്ട് പറയുന്നത് നീ പറഞ്ഞ നല്ല രസമുള്ള പരിപാടി അത് ഇപ്പം പറയണ്ട ആലോചിച്ച് തീരുമാനിച്ച് മനസ്സിലാക്കി പറയണമെന്നത് അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളൂ പുള്ളിക്കാരി എനിക്ക് തോന്നുന്നു ഫൈറ്റ് ചെയ്യുന്ന ടൈമിലുള്ള കുറച്ച് ഇതുണ്ടായിരുന്നു, അത് രസമുണ്ടായിരുന്നു. കോമഡി നമ്മളൊക്കെ ഇവരൊക്കെ പറന്നു പോകുന്നു, കാറ്റ് വരുന്നു. ഓക്കെ ഓക്കെ. നിങ്ങളുടെ ആദ്യത്തെ ഒരു സെഗ്മെന്റിൽ നിങ്ങൾ എല്ലാവരും വളരെ ഗംഭീരമായിട്ടൊന്നും അല്ലാത്ത ഒരു പെർഫോമൻസ് തന്നതുകൊണ്ട് വേറൊരു സെഗ്മെന്റ് നിങ്ങൾക്ക് തരാൻ പോവാണ്. ആ സെഗ്മെന്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളെ കുറിച്ച്, പക്ഷേ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ആരും ബെസ്റ്റ് ബഡീസ് ഒന്നും അല്ലല്ലോ. ഐ മീൻ ഇപ്പൊ പരിചയപ്പെട്ട ആൾക്കാരാ, ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പണ്ട് മുതലുള്ള ഒന്നും അറിയില്ല. അപ്പൊ നിങ്ങൾക്ക് ഒന്ന് നിങ്ങൾ റിയൽ ആയിട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന ഒരു ഇൻസിഡന്റ് നിങ്ങൾ പറയണം. ബാക്കി രണ്ടെണ്ണം നിങ്ങൾക്ക് ചുമ്മാ ഫേക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എക്സാജറേറ്റ് ചെയ്ത് എന്തെങ്കിലും നിങ്ങൾക്ക് പറയാം. പക്ഷെ കൂടെയുള്ള നിങ്ങൾ ഇത്രയും ദിവസം നിങ്ങൾക്ക് പരസ്പരം അറിയാവുന്ന ഒരാളെന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരാൾ പറയുമ്പോൾ നിങ്ങൾ ജഡ്ജ് ചെയ്യണം, ഇവൻ പറഞ്ഞതിലെ സത്യം എന്തായിരുന്നു, ഇവൻ പറഞ്ഞതിലെ കള്ളത്തരങ്ങൾ എന്താണെന്ന്. ഓക്കെ, 3 കാര്യങ്ങളാണ് പറയാൻ പറ്റുന്നത്. എന്താണ് ഇപ്പൊ ഞാൻ പറയാണ്, ഓക്കെ ഞാൻ സ്കൂളിൽ എന്നും മുടങ്ങാതെ പോവായിരുന്നു, ഞാൻ പഠിക്കാൻ നല്ല മിടുക്കിയായിരുന്നു എന്നൊന്ന് ഒരു കാര്യം പറയാം. ഒരു കാര്യം ഞാൻ വേറെ ഞാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മളെ കുറിച്ച് തന്നെ അത്യാതാണ് മറിച്ച് തള്ളുക പൊങ്ങച്ചം. പിന്നെ ഒന്ന് വേറെ. അപ്പൊ പക്ഷെ നിങ്ങൾ ഇപ്പൊ ഇത്ര നിങ്ങൾ എല്ലാവരും ഏകദേശം ഒരു 30 ദിവസത്തോളെങ്കിലും ഒക്കെ ഒരുമിച്ച് ഉണ്ടായിട്ടില്ലേ. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം അവൻ പറയുന്ന കേൾക്കുമ്പോൾ ഇത് പറഞ്ഞതിൽ എന്താണ് സത്യം, ഇതിൽ ഏതാണ് തള്ള് എന്ന് നിങ്ങൾക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുമല്ലോ. ഓക്കെ, ആരിൽ നിന്ന് തുടങ്ങാം? എനിക്ക് മനസ്സിലായിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഇത് ഉണ്ടാക്കി പറയേണ്ട കഥയല്ലേ. ഒന്ന് സത്യം, റിയൽ സ്റ്റോറി, ഒന്ന് റിയലും രണ്ടെണ്ണം ഫേക്കും നടന്നത്. അങ്ങനല്ല, റിയൽ ആയിട്ട് അജുക്കയുടെ ലൈഫിൽ നടന്ന ഒരു സിറ്റുവേഷൻ പറയണം, പിന്നെ ഒരെണ്ണം കള്ളം പറയണം. അപ്പൊ അതിനകത്ത് ഞങ്ങൾ മനസ്സിലാക്കണം ഇതിലേതാ സത്യം ഇതിലേതാ കള്ളം. മൊത്തം 3 കാര്യങ്ങൾ വേണം, 2 കള്ളം 1 സത്യവും. ഞാൻ പറയാം. എന്നാ ശരി. ഓക്കെ, യെസ് അബിക്കുട്ടൻ. ഞാൻ റീൽ ചെയ്തു അമ്മയായിട്ട്. ആ റീല് ഭയങ്കരമായിട്ട് വൈറലായി. അപ്പൊ നമ്മുടെ തുടർ സിനിമയുടെ ഡയറക്ടർ വന്നിട്ട് കമന്റ് ചെയ്തു, തരുമൂർത്തി ചേട്ടൻ അമ്മയ്ക്ക് റോള് കൊടുക്കാന്നൊക്കെ പറയുന്നത്. അപ്പം വേണ്ട, അത് മതി. ഇനി അടുത്ത കാര്യം. ഓക്കെ, അങ്ങനെ പറഞ്ഞു, അതൊന്ന്. ഇനി അടുത്ത 2 കാര്യങ്ങൾ. അടുത്തത് കഥയൊന്നും വേണ്ടുന്നേ, എന്തെങ്കിലും ഇങ്ങനെ പറയാ, നിങ്ങളുടെ പഴയ നടന്ന കാര്യങ്ങളോ ഫ്രണ്ട്സിന്റെ കൂടെ ഉള്ളതോ. എക്സാമിന് IELTS പഠിക്കാൻ വേണ്ടി ബി പോയി ചേർന്നു. ഞാൻ ഫസ്റ്റ് ഇതിൽ തന്നെ IELTS കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് നല്ല ഓവറോൾ 7.5 പാസ്സായി. കാനഡയ്ക്ക് പോകാനുള്ള കാര്യങ്ങൾ ശരിയായി. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ. ഇനിയുണ്ടോ? 3 കാര്യങ്ങൾ. 2 തള്ളൂർ ശരി. എനിക്കൊരു കൊച്ചിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ആ കൊച്ചിനെ കണ്ട ആ സമയത്ത് ഇഷ്ടപ്പെട്ട സമയത്ത് പോയി ഇഷ്ടമെന്ന് പറഞ്ഞു, അവൾ അപ്പം തന്നെ തിരിച്ച് ഇഷ്ടമെന്ന് പറഞ്ഞു. അത് വെയിറ്റ് വാങ്ങി. ഓക്കെ, കൂട്ടുകാർ പറയൂ, ഇവൻ പറഞ്ഞതിൽ ഏതാണ് തള്ളാണോ? പിന്നെ കള്ളല്ലേ അല്ലേ? എനിക്ക് തോന്നി ആദ്യത്തെ തള്ളാണോ? ഒരു കറക്റ്റ് പറയാവുള്ളന്ന്. ഓക്കെ, 2 ശരി ഒരു തള്ളു. ഓക്കെ, 2 ശരി ഒരു തള്ളു. ഓക്കെ, ശരി. എന്നാ റാഫി, ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് പെട്ടെന്നൊരു ആലോചന വന്നു, ഒരു BMW വണ്ടി എടുക്കുന്നത്. അങ്ങനെ ആ വണ്ടി എന്താ സാൻഡ്ര ഇങ്ങനെയൊക്കെ ജഡ്ജ് ചെയ്യാവോ? സ്വപ്നം കാണാനുള്ള എനിക്ക് റൈറ്റ് ഇല്ലേ? എന്നെ വെച്ച് ഞാൻ ഇങ്ങനെ ഇരുന്ന സമയത്ത്, വെറുതെ വീട്ടിലിരുന്ന സമയത്ത്, കല്യാണം കഴിക്കണം എന്നിങ്ങനെ ആലോചിച്ചിട്ടിരുന്ന സമയത്ത് പെട്ടെന്നൊരു കോളിംഗ് ബെല്ല് ഏറ്റ്. അപ്പം ഞാൻ പറഞ്ഞു ഉമ്മച്ചെടുത്തോണ്ട് ഉമ്മച്ചി ഒരു കാര്യം ചെയ്ത് തുറന്നു നോക്കുന്നു. അപ്പം ഉമ്മ തുറന്നു നോക്കിയപ്പോഴത്തേക്ക് കൊച്ചു പൂവായിട്ട് ഫ്രണ്ടി ഡോറിനോട് പൂവായിട്ട് അവിടെ നിൽക്കുന്നത്. അപ്പം കണ്ടപ്പോഴേ ഉമ്മയെ കണ്ടപ്പോഴേ മോനെ നിന്റെ കാമുകി വന്നതാ, അസ്സലാമു അലൈക്കും പറഞ്ഞ അകത്ത് കയറ്റിട്ട് ഞാൻ പറഞ്ഞ അകത്ത് കയറ്റി കളഞ്ഞു. ഓക്കെ, എനിക്ക് ഒരു പരിപാടി വന്നിട്ടുണ്ട്. അത് ഉടനെ ഒരു സിനിമ വന്നു, അതിനിപ്പോൾ ഉടനെ തുടങ്ങും. മേബി ഒരു ഫെബ്രുവരി ലാസ്റ്റൊക്കെ ആകുമ്പോൾ തുടങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല സ്റ്റോറിയാണ്, അത്യാവശ്യം ക്യാരക്ടറുണ്ട്. അത് സത്യമാണ്.
അതെ, കേൾക്കുമ്പോ തന്നെ അറിയാലോ അല്ലേ? രണ്ട് കള്ളം ഓക്കെ അല്ലേ? ഓക്കെ, യെസ്. എന്നാ സാൻഡ്ര? ഞാൻ കോളേജിൽ പഠിക്കുമ്പോ ഫസ്റ്റ് ബെഞ്ചറായിരുന്നു. ഇതൊന്ന് എനിക്ക് 2 കൊല്ലം മുന്നേ ലോട്ടറി അടിച്ചിട്ടുണ്ട്. ഞാൻ ഒരാൾ ഇടിച്ച് വീഴ്ത്തിയിട്ടുണ്ട്. അത് അല്ല ഫസ്റ്റ് ബെഞ്ച് കള്ളായിരിക്കും. അല്ല ഫസ്റ്റ് ബെഞ്ചറായിരുന്നു. അതൊന്നുമില്ല, ലാസ്റ്റ് ബെഞ്ചിൽ പോയിട്ടിരിക്കും. അപ്പൊ മാം പറയും സാന്ദ്ര കം ടു ദ ഫ്രണ്ട്. ലോട്ടറി അടിച്ചിട്ടില്ല. ലോട്ടറി അടിച്ചിട്ടില്ല. ഇല്ല, ചുമ്മാ പറഞ്ഞ. ഓക്കെ, യെസ് അജ്മൽ. ഞാൻ എല്ലാ ദിവസവും ക്ലാസ്സിൽ പോകും. എന്ത് ക്ലാസ്സില്? കോളേജിൽ പഠിക്കുമ്പോൾ ഓ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യം പണിയെടുത്തിരുന്നത് ഒരു ഡ്രസ് ഷോപ്പിലായിരുന്നു. 3 എനിക്ക് അവിടെ 8 കാലത്ത്. ആദ്യം പറഞ്ഞ തെറ്റ്, രണ്ടാമത്തെ ശരി, മൂന്നാമത്തെ തെറ്റ്. കറക്റ്റ്. കറക്റ്റ്. റാഫിങ്ങിനെ പോയി വളരെ സീരിയസ് ആയിട്ടാ കേട്ടോണ്ടിരിക്കണേ. അവൻ പറയണേ കണ്ടോ, ഫാൻ ബോയ് പറഞ്ഞ കണ്ടാ, കറക്റ്റ് ആണ്. എപ്പോഴും നിങ്ങളുടെയൊക്കെ ഇപ്പോഴും കോളേജ് ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളായിട്ട് ഒപ്പിച്ച കോളേജിലെ രസങ്ങളോ ഹോസ്റ്റലിലെയോ നല്ലൊരു ഓർമ്മ നിങ്ങൾക്ക് എന്താ ഉള്ളത്? കോളേജില് ചേച്ചി ശരിക്കും പറഞ്ഞാൽ എന്നെ കണ്ടു കഴിഞ്ഞാൽ വലിയ ഹൈറ്റ് ഒക്കെ ഉണ്ട്, ഉണ്ട കണ്ണൊക്കെ ഇട്ട് എന്തോ വലിയ കിടിലോ എന്നുള്ള രീതിയിൽ ആൾക്കാരെ കണ്ടു. പക്ഷെ അങ്ങനൊന്നുമില്ല, വലിയ പേടിച്ചൂലിയായിരുന്നു. പിന്നെ അന്നൊക്കെ ആഗ്രഹം ഒരു പാട്ടുകാരനാണെന്നൊക്കെ ആഗ്രഹമായിരുന്നു. ഈ ഐഡിയ ചാൻസുകളൊക്കെ ഓഡീഷനൊക്കെ അയച്ചിട്ടുണ്ട്. എന്താണ് അഭി ഇങ്ങനെ ഇങ്ങനെ കളിയാക്കിച്ചിരിക്കണേ? ഓഡീഷനൊക്കെ അയച്ചിട്ടുണ്ട്. പക്ഷെ നന്നായി പാടും, ഒരു പാട്ട് പഠിപ്പിച്ചു. അതൊക്കെ അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ഒരു പാട്ട്. പഠിപ്പിക്കാനുള്ള ഇതാ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞതാണ്. ശരിക്കും ചെയ്തിട്ടുണ്ടോ? ഞാൻ അടിച്ചത് എന്നിട്ട് ഞാൻ പാട്ട് പഠിക്കാൻ ഉമ്മച്ചി പറഞ്ഞിട്ട് പാട്ട് പഠിക്കാൻ പോയിട്ടുണ്ട്. ഒരു മാസം പോയിട്ടുണ്ട്. അരങ്ങൊക്കെ ആയപ്പോഴത്തേക്ക് പോകാൻ പറ്റിയില്ല. പാട്ടിന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല. അപ്പൊ ഇപ്പൊ പാട്ടൊക്കെ മൊത്തം വിട്ടോ? പാട്ടങ്ങനെ വിട്ടിട്ടൊന്നുമില്ല. പാട്ട് വേണ്ടി പിന്നെ കൊല്ലശാമിയുടെ പണ്ടത്തെ ആൽബം പാട്ടുകളുണ്ട് കുറെ. അന്ന് മാപ്പിളപ്പാട്ടുകളുണ്ടായിരുന്നു. ഓട്ടോയിലെ കൽബിലെ മുഞ്ചത്തി എന്നൊക്കെ പറഞ്ഞ കുറെ ഓട്ടോ ബാക്കിലൊക്കെ. അത് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഇനി സാൻഡ്രയ്ക്ക് എന്താണ് കോളേജ് ലൈഫിലെ നല്ലൊരു ഓർമ്മ അല്ലെ ഹോസ്റ്റൽ ലൈഫിലെ? നല്ലൊരു ഓർമ്മ തന്നെ വേണോ? എന്നാ ചീത്ത പറയൂ, നല്ലതോ ചീത്തയോ? പെട്ടെന്ന് ഓർമ്മ ഹൈലൈറ്റ് എന്താന്ന് വെച്ചാൽ അത് പറയൂ. ഓക്കെ, അതായത് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ലാസ്റ്റ് 6th സെമ്മിന്റെ എക്സാമാണ്. അപ്പൊ ഞാൻ എങ്ങനെ പോയാലും എക്സാം എഴുതി പാസ്സാവും. എല്ലാം ഉടായ്പ നിൽക്കെങ്കിലും എക്സാം എഴുതി പാസ്സാവും. കാരണം എന്റെ 2 ചേച്ചിമാര് സപ്ലി ഒന്നും ഇല്ല ജയിച്ച ആൾക്കാർ. അപ്പൊ എനിക്കത് പറയും, എനിക്ക് സപ്ലി മേടിച്ചിരിക്കാൻ പറ്റില്ല. എൻ്റെ ഒന്നും കഴിഞ്ഞിട്ടുമില്ല. അപ്പോൾ എക്സാം ഡേറ്റ് മറ്റന്നാ. ഞാനാണെങ്കിൽ ഇതൊന്നും കഴിഞ്ഞിട്ടില്ല. എനിക്കോട് സങ്കടമായി. ഞാൻ ഇവിടുന്ന് ഒരു എക്സാം കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങി പോവാം. കോളേജിൽ നിന്ന് ഇറങ്ങി പോകുന്ന ടൈം ഞാൻ അമ്മേനെ വിളിച്ചു. അമ്മയെ വിളിച്ച് പറഞ്ഞു എനിക്ക് പറ്റില്ല, ഞാൻ തോക്കും, എന്റെ പ്രോജക്റ്റ് ഒന്നും ആയില്ല, ഞാൻ വല്ല വണ്ടിക്ക് എടുത്ത് ചാടാൻ പോവാണ്, എന്റെ മുന്നിൽ ലോറി വരുന്നുണ്ട്, എനിക്ക് സപ്ലി കിട്ടിയെങ്കിൽ ഞാൻ തീർന്ന്, എനിക്ക് എന്റെ ലൈഫ് അതോടെ തീർന്നു എന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ അമ്മയെ വിളിച്ചു പറഞ്ഞു, അമ്മ എനിക്ക് എന്തോ ഞാൻ പ്രോജക്റ്റ് ഒന്നും ആയിട്ടില്ല, ഞാൻ തോക്കും, ഞാൻ വണ്ടിക്ക് എടുത്ത്. അപ്പോഴത്തേനും അമ്മയ്ക്ക് പേടിയാവാൻ തുടങ്ങി. അപ്പോൾ ഒന്നും ചെയ്യണ്ട, എന്റെ എക്സാമിൽ പൊട്ടാതെ വെച്ച് പൊട്ടിക്കോട്ടെ, നമുക്ക് അടുത്ത് വന്ന് നോക്കാന്നൊക്കെ പറയുന്നു. എന്നിട്ട് ഞാൻ ഈ ടെൻഷനൊക്കെ ഞാൻ ഹോസ്റ്റലിൽ വന്നിട്ടിരുന്നു. ഞാൻ മാത്രം എനിക്ക് മൊത്തം എങ്ങനെ ചെയ്തിട്ട് മരിക്കാൻ, ദൈവമേ ഞാൻ എക്സാമിൽ എന്തായാലും തോക്കില്ലോ എന്നൊക്കെ പറഞ്ഞിരിക്കാം. അത് കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ന്യൂസ് വന്നത്, കൊറോണ കാരണം ലോക്ക്ഡൗൺ ആയിരുന്നു. അത് കഴിഞ്ഞ് ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്റെ എക്സാം ഉണ്ടായിരുന്നു. എന്നിട്ടും നീ തോറ്റോന്നല്ലേ? ഓക്കെ, യെസ് അബി. ഞാൻ മറ്റേ മാവേലിക്കര ബിഷപ്പൂർ കോളേജിലാണ് പഠിച്ചത്. അപ്പം അവിടുത്തെ ഏറ്റവും അടിപൊളി എന്ന് വെച്ചാൽ ഞങ്ങൾ കോളേജ് മൊത്തം ഒരു ടീമായിരുന്നു. അത് മീൻസ് നമുക്ക് പാർട്ടി പ്രവർത്തനം എല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ക്ലാസ്മേറ്റ് സിനിമ കാണുന്നതുകൊണ്ടുള്ള സെയിം ഡിക്റ്റോ ലൈഫായിരുന്നു എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും എനിക്ക് ഓർമ്മയുള്ള ദിവസം. അതിനകത്ത് ഏത് ദിവസം ചോദിച്ചാൽ സത്യം ശരിക്കും അത് ക്ലാസ്മേറ്റ് സിനിമ എങ്ങനെയാണോ അതായിട്ട് എനിക്ക് കോളേജ് ലൈഫ്. പാർട്ടി, സാറുമാരോടായാലും അങ്ങനെ തന്നെ പെരുമാറുന്ന സാറുമാര്, പിള്ളേരാണ് അങ്ങനെ തന്നെ എല്ലാവരും കമ്പനി അടി നടക്കുന്നു, ബസ് കളയും, മീൻസ് അങ്ങനെ അടിപൊളി അങ്ങനെയാണ്. അപ്പം അതിനകത്ത് ഏറ്റവും അടിപൊളി ചോദിച്ചാൽ ഞങ്ങൾ 3 years എല്ലാവരും കൂടെ ഫെയർവെല്ലിന്റെ സമയത്ത് ഒരു വലിയ ഹോളിനകത്ത് ക്ലാസ്മേറ്റ് സിനിമ സിനിമ കണ്ടിട്ട് എല്ലാവരും കെട്ടിപ്പിടിച്ചായിരുന്നു. അതാണ് എപ്പോഴും കോളേജ് ചെല്ലുമ്പോൾ ഭയങ്കര പോസിറ്റീവ് ചോദിച്ചാൽ പല ബാച്ചുണ്ടെങ്കിൽ പല ബാച്ചിൽ തമ്മിൽ അടിയാ. പക്ഷെ ഞങ്ങളുടെ ബാച്ചിൽ എന്ന് വെച്ചാൽ എല്ലാ ബാച്ചും ഭയങ്കര കൈയാ. എല്ലാവരും ഒരുമിച്ച് ഹോളിൽ നിന്ന് ക്ലാസ്മേറ്റ്സ് കണ്ടിട്ട് എല്ലാവരും കെട്ടിപ്പിടിച്ചു. ആണോ? അതെയോ?
രാഷ്ട്രീയാണോ? കോളേജ് സമയത്ത് ഭയങ്കരമായിരുന്നു 3 വർഷം. Active ആയിരുന്നു. അതെ. ഇടിയൊക്കെ ഇടിക്ക് ഒളിവില് പോയിട്ട് വന്നിട്ട് പിന്നെ നിർത്തി. കൊടുക്കുകയും ചെയ്യും വാങ്ങുകയും ചെയ്യും. കിട്ടിയതാ കൂടുതൽ. പറവ സിനിമ ഇറങ്ങിയ സമയത്ത് പറവയ്ക്ക് അത് ദുൽഖർ സൽമാൻ കാരണമില്ലാത്ത കാരണത്തിൽ മരിച്ചു പോയില്ലേ, അതുപോലെ ഡിക്റ്റോ സെയിം എന്റെ കഥ. അതായത് അത് നടക്കുന്ന എന്റെ കഥയാണ് വേണം പറയാൻ. അതായത് പറവ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറെ ലേസ് ഒക്കെ മേടിച്ചു ആദ്യ സിനിമ കാണാൻ. അപ്പൊ നാളെ ഇലക്ഷനാണ്. അപ്പൊ ഇലക്ഷൻ ആയതുകൊണ്ട് എന്റെ കൂട്ടത്തിലുള്ളവന്മാരൊന്നും ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ഇത് കൊടുക്കാൻ വേണ്ടി കോളേജിൽ പോയി. അപ്പൊ കോളേജിൽ പോയപ്പോ കോളേജിൽ ഫുൾ ഇടിവണ്ടിയൊക്കെ നടക്കുന്നു. കോളേജ് അടച്ചു. അപ്പം തിരിച്ചിരിക്കുക. അപ്പൊ കുറെ പേര് കൂടെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാം കൂടെ പോയി അവിടെ നിന്ന്. അപ്പൊ ലൈറ്റ് ഇട്ട് കാണിച്ചു അവിടെ പുറയുന്നു. അപ്പോഴേക്ക് എന്റെ പുറയുന്ന രണ്ടുപേരും ജാസിം ചങ്ങും. അപ്പം പുറയുന്ന നമ്മുടെ പിള്ളേരാണ് ഈ വണ്ടി കൊണ്ടിരുന്നു. എന്തുവാ വേറെ ആ ടീംസ് ആയിരുന്നു. അത് ഇവിടുത്തെ ഒന്നും അല്ല, കൊട്ടേഷൻ ടീം എന്തായിരുന്നു. വണ്ടി അങ്ങോട്ട് വളഞ്ഞതേ കണ്ടുള്ളൂ, ബാക്കി രണ്ടാമത് ഓടി. ഞാൻ 2-3 പേരാണ് ഇരിക്കാറുണ്ടിരുന്നത്. ആദ്യം തടി ഇവിടെ കിട്ടി, രണ്ടാമത്തെ ഇവിടെ കിട്ടി, മൂന്നാമത്തെ അടിക്കാൻ താഴെ. പിന്നെ എവിടേക്കാന്ന് ഒരു ഓർമ്മയില്ല. പിന്നെ ഞാൻ നേരെ ഇടുക്കി കിട്ടും 1 മാസം. അതിന് വന്നപ്പോഴത്തേക്ക് കോളേജ് എല്ലാം അടച്ച് 3-4 പേർക്ക് ഡിസ്മിസിൽ 5 പേർക്ക് സസ്പെൻഷന് അങ്ങനെയൊക്കെ. അതുപോലെ അടിപൊളിയായിരുന്നു കോളേജ് കേറുമ്പോഴേ പക്ക ഫീലാണ്. ഓക്കെ, അപ്പൊ ഒരുപാട് നല്ല ബ്യൂട്ടിഫുൾ മെമ്മറീസ് ഉണ്ട് അല്ലേ? അടി വീടി ബഹളങ്ങളും, പക്ഷെ ഒക്കെ ഒരു ഓർമ്മകൾ. ഓക്കെ, അതുകൊണ്ട് നന്നായി. യെസ് അജ്മൽ, അജ്മലിന് എന്താ പറയാ? കോളേജ് ലൈഫ് ഇവനിപ്പോ ക്ലാസ്മേറ്റ്സ് പറഞ്ഞ അന്ന് ഹാപ്പി ഡേയ്സ് സിനിമ ഇറങ്ങിയിട്ട് അതേപോലെ ആവുമല്ലോ. അങ്ങനെ മെക്കാനിക്കൽ പഠിക്കാൻ വേണ്ടി പോയതാ കോയമ്പത്തൂരിലേക്ക്. ക്ലാസ്സിൽ നോക്കുമ്പോൾ മെക്കാനിക്കൽ എടുത്തിട്ട് ഒരാൾക്കാരില്ല, ഫുൾ ബോയ്സ്, 70 ബോയ്സ് ആയിരുന്നു. സ്ട്രിക്റ്റ് എന്ന് വെച്ചാൽ 7 മണിക്ക് ഗേറ്റിന്റെ ഉള്ളിലേക്ക് എത്തണം ബാഗും പിടിച്ച്. പിന്നെ അവിടെ സ്റ്റൈലിന്റെ കാര്യം പറയുന്നത്, അവിടെ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ പോകുന്നത് അറ്റൻഡൻസ് കിട്ടിയാലും മാർക്ക് കിട്ടുള്ളൂ. പഠിച്ച് ജയിക്കണ ഈ സമയം. അപ്പൊ പാൻറ് ഇവിടെ കയറ്റിട്ടിട്ടില്ലേ, മുടി ഇങ്ങനെ പതിച്ച് എന്നിട്ട് ഫ്രണ്ട് ബെഞ്ചിൽ ഇങ്ങനെ ഇരിക്കും. അത് കാണുമ്പോൾ അവര് പറയും എന്നടാ അങ്ങനെയൊക്കെ പുറത്താവും. കാരണം അറ്റൻഡൻസിൽ എനിക്ക് മാർക്ക് കിട്ടുള്ളൂ. പിന്നെ സാഡ് ആയിട്ടുള്ള സംഭവം അല്ല, അത് എനിക്ക് കോമഡി ആയിട്ട് ഇപ്പൊ അല്ലെങ്കിൽ തോന്നുന്ന ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറഞ്ഞ ഒരു എക്സാമിന് പേപ്പർ കിട്ടി. അപ്പൊ ഞാനത് എഴുതാൻ എനിക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ അപ്പൊ എന്ത് ചെയ്തു, അതിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ഫുള്ള് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എഴുതി ഒരു 20 പേജ് എഴുതി. അപ്പൊ എന്റെ ബാക്കിൽ ഇരിക്കണത് എന്നെക്കാട്ടും അറിയാത്തത്. അവൻ എൻ്റെ അടുത്ത് നോക്കി ഇത് കാണിച്ചു. ഞാൻ പറഞ്ഞു ഇത് തെറ്റാ, നീ എന്തിന് ഇത്ര പേപ്പർ എഴുതുക? അപ്പൊ ഞാൻ എന്തിനോട്ടോ ഇത് മൊത്തം നോക്കി. പിറ്റേ ദിവസം സാറ് വന്നിട്ട് സാർ എങ്ങനെ എക്സാം കഴിഞ്ഞിട്ട് HOD വന്നിട്ട് ഈ 2 റോൾ നമ്പറുകൾ വന്ന് എൻ്റെ അടുത്ത് ഇത് വായിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ എനിക്ക് അവന്റെ മുഖം കാണുമ്പോൾ ചിരി വരുന്നുണ്ട്. എന്തിനാ വിളിച്ചതറിയുന്നു. എൻ്റെ അടുത്ത് ഇത് വായിക്കാൻ പറഞ്ഞപ്പോ തന്നെ ഒറ്റടി മൂത്തടിക്കും. അവിടെ അടിക്കൊക്കെ ചെയ്യും. ഇവിടെ സ്കൂൾ പഠിക്കുമ്പോൾ പറഞ്ഞ പോലെ രാഷ്ട്രീയമൊക്കെ ചെയ്തുകൊണ്ട് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. സ്കൂൾ കോളേജിലെത്തുമ്പോൾ ഒറ്റടി അടിച്ച് പിന്നെ മുതൽ എങ്ങനെയെങ്കിലൊക്കെ പിടിച്ച് ജയിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാവരുടെയും ലൈഫിലേക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമുക്ക് എല്ലാവർക്കും എന്നും നമ്മൾ ഓർത്ത് വയ്ക്കുന്ന നല്ല മെമ്മറീസ് നമുക്ക് എപ്പോഴും സമ്മാനിക്കുന്നത് ടെൻഷൻ ഫ്രീ ആയിട്ടിരുന്ന നമ്മുടെ ഒരു കൗമാരപ്രായം, കോളേജ് ലൈഫ്, അതൊക്കെ തന്നെ. കോളേജ് ലൈഫിൽ ഉണ്ടായിരുന്ന എന്റെ ഫ്രണ്ടാണ് കേട്ടോ ഇപ്പോഴും എന്റെ കൂടെ 1 മാസത്തേക്ക് വേണ്ടി വന്നിട്ട്. ആണോ? പുള്ളിക്ക് നിങ്ങളുടെ കൂടെ നിന്നിട്ട് മതിയായിട്ടില്ല. അടിപൊളി കമ്പനിയാണ്. ആണോ? അതായത് ഞാൻ ഒന്ന് പറഞ്ഞു എന്നാലും അജ്മൽക്കാൻ വിളിച്ചപ്പോ നല്ലേട്ടൻ വന്നു. നല്ലേട്ടൻ വിളിച്ചപ്പോ നാട്ടിലുള്ള മോനിശേട്ടൻ വന്നു. മീൻസ് നമുക്ക് ഡ്രീം ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ്, അത് പുള്ളി കൊടുക്കുന്ന വാല്യൂ കൊണ്ട് മാത്രമാണ്. അല്ലാതെ ഒരാൾക്ക് വേണ്ടി സമയം കളയുന്നില്ല. ശരിക്കും അങ്ങനെയുള്ള ആൾക്കാർ കിട്ടുക എന്ന് പറയുന്നത് തന്നെ ശരിക്കും ഭാഗ്യമാണ്. അങ്ങനെ റാഫി ഇപ്പോൾ ഒരുപാട് സിനിമകളുടെ ഭാഗമായിട്ടുണ്ട്. എന്നും സിനിമ ഇതേപോലെ ഷൂട്ടിൻ്റെ സമയത്തേക്ക് ഇങ്ങനെ വരുന്നു, അല്ല മീൻ ഷൂട്ടല്ല റിലീസ് ആവണു എന്നൊക്കെ പറയുമ്പോൾ എല്ലാ സിനിമയാണെങ്കിലും നമുക്കൊരു ടെൻഷനുണ്ട് അല്ലേ? ആ സിനിമയിൽ നിങ്ങൾ ചെറിയ കഥാപാത്രമാണെങ്കിലും ത്രൂ ഔട്ട് ആയിട്ടുള്ള കഥാപാത്രമാണെങ്കിലും ആ സിനിമ സക്സസ് ആവുമോ, ആൾക്കാർ എന്തായിരിക്കും എന്നുള്ളതൊരു ടെൻഷനുണ്ട്. എന്നാലും ഈ ഒരു പാക്കപ്പ് ചെയ്ത് പോയി കഴിഞ്ഞ നിമിഷങ്ങളിൽ റാഫി ഏറ്റവും കൂടുതൽ ഒരു അടുപ്പം തോന്നിയത് ഏത് സിനിമയുടെ ഏത് ക്രൂ ആയിട്ടുള്ള ഒരു സെറ്റിലായിരുന്നു? തലവരയായിരുന്നു. തലവര ഭയങ്കര ഒരു മെമ്മറബിൾ മൊമെന്റ് ആയിരുന്നു. കാരണം അത് അതിന്റെ റിലീസിന് മുമ്പായിക്കോട്ടെ, റിലീസിന് ഷൂട്ടിന്റെ ഇടയ്ക്ക് ആയിക്കോട്ടെ, അത് ഇങ്ങനെ ആവുമെന്ന് നമ്മൾ വിചാരിച്ചില്ല. കാരണം ഒരു നിങ്ങളുടെയൊക്കെ തലവരയാവുമെന്നൊന്നും വിചാരിച്ചില്ല. അഭിനേതാവിനെ കണ്ടിട്ട് എന്നെ ഇത്ര നാൾ ആൾക്കാർ അറിഞ്ഞുകൊണ്ടിരുന്നത് ചക്കപ്പഴം റാഫി, ടിക്ടോക്ക്, കണ്ണിമുഖത്തിൽ അങ്ങനെയാണ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു സിനിമ ചെയ്ത ഒരു കഥാപാത്രം കൊള്ളായിരുന്നു, കിളവൻ എന്ന കഥാപാത്രം കൊള്ളായിരുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. നമ്മൾ ജോമോളില്ലേ, ജോമോളിനാണ് ഒരു ദിവസം വന്ദേ ഭാരത് ട്രെയിനിൽ വന്നിട്ട് ഇങ്ങനെ ഞാൻ ഇറങ്ങാൻ നിൽക്കുമ്പോൾ പുള്ളിക്കാരെ ഓപ്പോസിറ്റ് ബോഗിരിക്കാൻ നിൽക്കും. എന്നെ നോക്കണ്, ഞാൻ നോക്കി ചിരിച്ചു. എന്തായാലും ചക്കപ്പഴമാണെന്ന് എനിക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ആയിരിക്കും എന്ന് വിചാരിച്ചു. പുറത്തിറങ്ങിയപ്പം പുള്ളിക്കാരൻ എൻ്റെ തന്നെ OTT ഇറങ്ങിയ തലവര.
ഞാൻ പടം കണ്ടായിരുന്നു കേട്ടോ, നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല പെർഫോമൻസ് ആയിരുന്നു പറഞ്ഞു. അതെനിക്ക് ഭയങ്കര ഒരു മറ്റേ റൊമാൻറ്റിഫിക്കേഷൻ അത്. കാരണം ഒരു സിനിമ ചെയ്തൊരു കഥാപാത്രത്തെ അറിയുമെന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുള്ള കാര്യമായിട്ട് എനിക്ക് അത് ഭയങ്കര മെമ്മറബിൾ. പിന്നെ ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഇതിനകത്ത് ഓരോരുത്തർക്കും ഓരോതായിട്ടുള്ള സ്പേസ് ഉണ്ട്. അവരുടെ എല്ലാ കഥാപാത്രങ്ങളും ആൾക്കാരെ ഏറ്റെടുക്കട്ടെ. ഈ പറയുന്ന അജ്മൽ ഖാൻ, ബാബിക്ക്, സാന്ദ്ര ചാണ്ടിക്ക്, റാഫിക്ക് അവരുടെ സെയിം പേര് വെച്ചാണ്, സെയിം ക്യാരക്ടറാണ് അതിനെ തിരിച്ചിരിക്കുന്നത്. അത് പെർഫോമൻസിലൂടെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ട് ആ കഥാപാത്രത്തെ ആൾക്കാർ ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം എല്ലാവർക്കും ഇതിലൂടെ ഒരു ബ്രേക്ക് ത്രൂ കിട്ടട്ടെ. എല്ലാ ഇൻഫ്ലുവൻസസും അവർക്ക് അടിപൊളിയായിട്ട് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അവർക്കത് മനസ്സിലാക്കി അവരെല്ലാം അടിപൊളിയായിട്ട് നിന്ന് നല്ല നല്ല സിനിമകളൊക്കെ ചെയ്ത് പോട്ടെ. യെസ്, അപ്പൊ അങ്ങനെ 16-ന് റിലീസ് ആവുന്ന നമ്മുടെ മൂവിയിൽ നിന്നും എല്ലാവർക്കും, നിങ്ങളൊക്കെ എനിക്കറിയാം നാളെയും മറ്റന്നാളും ഒക്കെ ഇങ്ങനെ നിങ്ങളുടെ ഒരു ഇതിൽ ടെൻഷനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പോണ്ടേ? യെസ്, അപ്പൊ അതോടെ നമുക്ക് സൂപ്പറായിട്ട് എല്ലാവരും കാണുന്ന എല്ലാവരും നല്ല മൂവി എന്നുള്ള രീതിയിലേക്ക് പറയട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും കഥാപാത്രങ്ങൾ എല്ലാവരുടെയും മനസ്സിലേക്ക് ഏറുന്ന പുറത്ത് നല്ലൊരു ഇതാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ പാട്ടോടുകൂടി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. പൂമുത്തോളെ നീ എരിഞ്ഞ വഴിയിൽ ഞാൻ മഴയായി പെയ്തടി, ആരീരാരം ഇടരല്ലേ മണിമുത്തേ കൺമണി, മാറത്തുറക്കാനിന്നോളം തണലെല്ലാം വെയിലായി കൊണ്ടടി, മാനത്തോളം മഴവില്ലായി വളരേണം മണി. മതി മതി മതി. യെസ്, താങ്ക് യു. അപ്പൊ വിഷിംഗ് ഓൾ ദി ബെസ്റ്റ്. സൂപ്പർ ആവട്ടെ എല്ലാം കേട്ടോ. അപ്പോൾ താങ്ക് യു ഓൾ. താങ്ക് യു. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.